أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي ينزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى. وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم. ഷറൈറ്റ് സ്വലാത്തിലേക്ക് നല്ല രാവ മഴ ഉണ്ടാവും, ചിലപ്പോൾ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ദിനമായിരുന്നു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10 ഒട്ടേറെ അനുഗ്രഹങ്ങൾ. നല്ല രാവ. നമ്മൾ ഇന്ന് സാധാരണ അവസാന ദിവസം നമ്മൾ യാസീനോദി വാർക്കില്ല, ഇന്ന് തന്നെ യാസീനോദി വാർക്കും. നല്ലൊരു രാവാണ്. അപ്പൊ അതിന്റെ സമാപനം സൂറത്തു യാസീൻ ഓതി ദുആ ചെയ്തായിരിക്കും നമ്മൾ പിരിയുക. നാളെ എല്ലാവരും നോമ്പ് നോറ്റ്
നോമ്പ് തുറന്നാവണം നാളെ ഇൻഷാ അല്ലാഹ് വരേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊരു 4-5 പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കൊല്ലം നമ്മൾ സംസാരിക്കുന്നത്. ചില വിഷയങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ നോട്ടീസ് മുഖേന അറിഞ്ഞിട്ടുണ്ടാവും. ചിലത് നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് അതിനേക്കാളും ചില ഗൗരവമായ വിഷയം സംസാരിക്കണമെന്ന് തോന്നിയപ്പോൾ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചിങ് ഒക്കെ വരുത്തിയത്. ആവശ്യത്തിനനുസരിച്ച് സംസാരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഈ നമ്മളെ കോംപ്ലക്സിന്റെ പണിയൊക്കെയാണ് കഴിഞ്ഞിട്ട് പിന്നെ പൈസക്കൊന്നും ആവശ്യമില്ലാത്തൊരു സമയം ഉണ്ടാവുമല്ലോ, അന്ന് നമുക്കൊരു 10 ദിവസം 15 ദിവസമൊക്കെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പൈസയൊന്നുമില്ലാതെ ആ രീതിയിലായി അള്ളാഹു നമ്മുടെ ഈ ബന്ധം കബൂൽ ചെയ്യട്ടെ. ഓരോ പുതിയ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മുടെ വഅലുകളുടെ ലക്ഷ്യവും അതായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ദ്വാരുന്നാൽ ആ ദ്വാക്ക് ഉത്തരവുറപ്പാണ്. ചെല്ലുമ്പോൾ ആ രീതിയിൽ ചെല്ലണം എന്നർത്ഥം. മക്കക്കാരായ ആളുകൾ റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദേ എവിടെ എന്റെ ശിക്ഷ? ജില്ല കുറേ ആയി പറഞ്ഞ് അള്ളാഹ് അങ്ങനാക്കും ഇങ്ങനാക്കും, മറ്റോലൊക്കെ എങ്ങനാക്കി എന്നൊക്കെ എവിടെ എന്റെ ശിക്ഷ? പുണ്യ നബിയോട് വെല്ലുവിളിച്ച് ചോദിച്ചാണ്. അള്ളാഹ് സമയത്ത് തന്നെ അടിച്ച് നിലം പരിശാക്കണം അവരെ. പക്ഷെ അള്ളാഹു ചെയ്തില്ല. മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد. നീ പറഞ്ഞില്ലേ ഫിർഔൻ അങ്ങനാക്കി മറ്റോൻ അങ്ങനാക്കി എന്നൊക്കെ, എന്താ അള്ളാഹ് ഞങ്ങൾ അങ്ങനെ ആക്കാത്തത്? ഇവർ ചോദിച്ചതാണ്. അള്ളാഹ് ഉടനെ പറഞ്ഞ മറുപടി എന്താ അറിയോ? അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങ് അവരോട് പറയണം, അങ്ങ് ആ ജനതയിൽ ഉള്ള കാലത്തോളം ഞാൻ അവരെ ശിക്ഷിക്കുകയില്ല. വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല നബിയേ അങ്ങ് അവരിൽ ഉള്ള കാലത്തോളം. മാത്രമല്ല വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നിലനിർത്തുകയും ചെയ്യുന്ന കാലത്തോളം. അല്ലാഹ് 2 കാര്യം അവരെ ശിക്ഷിക്കാതിരിക്കാൻ പറഞ്ഞു. ഒന്ന് റസൂലുള്ളാഹിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ മുത്തനബിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിന്റെ കാരണല്ലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികളായ നമ്മൾ ആക്ഷേപിക്കപ്പെടാൻ കാരണം? ഈ പുണ്യനബിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നുള്ള കാരണത്തിലാണ്. അല്ലാഹ് മക്കക്കാരോട് പറഞ്ഞത്, പുണ്യനബിയെ അങ്ങവരിൽ ഉള്ള കാലത്തോളം ഞാൻ അവരെ ശിക്ഷിക്കില്ല എന്നാണ്. വളരെ ഗൗരവമുള്ള വർത്താനം. ഇൻഷാ അല്ലാഹ് നല്ല രാവ സ്വലാത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് പടച്ചവനോട് ദ്വാരന്നിട്ട് പോകണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള 4 ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ത് എന്ന അവസാനം ഞാൻ ഒന്ന് പറയും ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താ? ഉയരുന്ന മതിലുകളും ഉയരുന്ന മതിലുകളും അകലുന്ന ബന്ധങ്ങളും. ഇന്ന് നമ്മൾ അതാണ് സംസാരിക്കുന്നത്. ഇതൊരു വലിയ വിശാലമായൊരു വിഷയമാണ്. ഒരു ചെറിയ ഭാഗം നമ്മൾ പറയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10 ദിവസം നമ്മൾ, കാരണം 10 സബ്ജക്ട് അതിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ ആയത്തെ നമ്മളിപ്പോ ഒന്ന് ഓതിയത്. അതിപ്രധാനമായ 10 ബന്ധങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ ആയത്തിൽ. ഓരോ ബന്ധവും ഓരോ ദിവസം പറയേണ്ടതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കും. അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم لمعاذ رضي الله عنه يا معاذ يا معاذ يا معاذ أتدري ما حق الله على العباد قال الله ورسوله أعلم قال أن يعبدوه ولا يشركوا به شيئا قال نبينا محمد رسول الله صلى الله عليه وسلم رضا الله في رضا الوالدين صلوا على نور تزايد فخره يعلو على الأنوار والألباب
محمد زين الخلق شرقا ومغربا وخير شفيع ناطق بصواب وخير حبيب للإله نبينا وخير رسول عامل بكتاب أتى الخلق والأصنام تعباد جهرة وبضاءهم إبليس شر مآب فأنقذ بالنور البهي عباده وبضاءهم بالدين حسن مآب فصلوا على خير الخلائق كلهم لتستوجبوا يا قوم خير ثوابي. کریمہ ببخشائے برحالما کہ ہستے مسیر کمندے ہوا ندار مغیرت فریاد رس تو ایاسیان را خطا بخش بس نگہدار مارا ذرا ہے خطا خطا در گزارو ثواب نما صلی اللہ علی محمد صلی اللہ علیہ وسلم صلی اللہ علی محمد وسلم اللهم صل على محمد يا ربي صل عليه وسلم. ആദരണീയരായ വേദിയിൽ ഉപവിട്ടരായ പണ്ഡിത മഹത്തുക്കളെ, പാറക്കടവ് ശംസുലുലമ ഇസ്ലാമിക് സെന്ററിന്റെ അഭിവന്ദനായ പ്രസിഡന്റ് ആദരണീയരായ ഉസ്മാൻ ഹാജി അവറുകളെ, ഇസ്ലാമിക് സെന്ററിന്റെ സമാദരണീയരായ മറ്റു ഭാരവാഹികളെ, നേതാക്കളെ, ഈ മഹത്തായ വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ, ഈ നാടിന്റെ സ്പന്ദനം മനസ്സിലാക്കുകയും ചെയ്ത ആദരണീയരായ ദാരിമി ഉസ്താദ് അവറുകളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ശ്രവിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം ഈ സദസ്സിൽ നല്ല ഒരു രാവിൽ ഒത്തുചേർന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കൽ കൂടെ സംഗമിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വെച്ച വലിയൊരു ഗേറ്റ് കണ്ടു ഞാൻ. പക്ഷെ ആ ഗേറ്റ് മാത്രമൊന്നും ആളില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനെ ആളില്ല എന്ന സദസ്യരില്ല എന്നല്ല, പ്രസംഗിക്കുന്ന ആളില്ല. ഇത്ര വലിയ ഗേറ്റൊക്കെ വെക്കാൻ മാത്രം ഞാനായിരുന്നു എനിക്കറിയില്ലാന്ന് തോന്നുന്നു. പക്ഷെ ആ ഗേറ്റ് കണ്ടപ്പോൾ നിങ്ങൾ 3ാം വാർഷികം എഴുതിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടാവും, ചോനെ 4ാം വാർഷികം എഴുതാൻ ഞാനുണ്ടാവൂ എന്ന് ഞാൻ ആ ഗേറ്റിന് കടക്കുന്ന സമയത്ത് ചിന്തിച്ചു പോയി. ഇവിടെ അങ്ങനെ ഒരു ഗേറ്റ് വെച്ചില്ല. ഞാൻ വരുന്ന സമയത്ത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് പഠിച്ചോണേ 4ാം വാർഷികം എഴുതാൻ ഞാൻ ഉണ്ടാകുമോ എന്ന് ഞാൻ ചിന്തിച്ചു. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ഒരുമിച്ചുകൂടാൻ, നിന്റെ പരിശുദ്ധമായ ദീന് പറയാൻ, നിന്നെ മനസ്സിലാക്കാൻ, നിന്നെ ഉൾക്കൊള്ളാൻ, നിന്നെ അറിയാൻ, നിന്റെ വിശുദ്ധമായ വചനത്തിന്റെ പ്രകാശങ്ങൾ കൽബിലേക്ക് ഏറ്റെടുക്കാനായി ഞങ്ങൾ ഒരുമിച്ചു ചേർന്നത് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, പറയുന്നത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ പറയുന്നവനും കേൾക്കുന്നവർക്കുമൊക്കെ നീ അനുഗ്രഹം നൽകണമേ അല്ലാഹ്. അതിനായി മാത്രം വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നിവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിലക്ക് ചേർക്കാൻ നമ്മളോട് കൽപ്പിച്ച ബന്ധങ്ങളെല്ലാം സുദൃഢമായി നിലനിർത്തുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അല്ലാഹുവേ, ആ ബന്ധങ്ങൾ സുദൃഢമാക്കുന്നതിലൂടെ നാളെ സ്വർഗീയമായ ജീവിതം ഭദ്രമാക്കുന്നവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരേണമേ അല്ലാഹ്. വളരെ ഗൗരവമായൊരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്.
നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. എല്ലാ കൊല്ലം കാണുന്ന ആൾക്കാരാകുമ്പോൾ ഒരു സുഖാതാണ്. ആമുഖം പറയണ്ട, നാട് പറയണ്ട, പരിചയപ്പെടുത്തണ്ട, വിഷയം മാത്രം പറഞ്ഞാൽ കൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അർഹമുർ-റഹീമീനായ അല്ലാഹുവേ, റബ്ബന, ഒരുപാട് ആളുകളുണ്ട്. ആദ്യം ഓൽക്കൊന്ന് ദുആ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ സദസ്സിനെ നല്ല മനോഭാവത്തോടെ നമ്മളോട് സഹകരിച്ചിരുന്ന ചില ആളുകൾ, നമ്മുടെ ചില പ്രവർത്തകന്മാർ വരെ കണ്ട് തൊട്ടടുത്തും പരിസരത്തൊക്കെ ഇത് മരിച്ചുപോയത്, അല്ലാഹു അവരുടെ ഖബറിടം വിളിച്ചാക്കി കൊടുക്കട്ടെ. നമ്മളോട് അല്ലാഹു ഏറ്റവും നല്ല രീതിയിൽ ബന്ധം സുദൃഢമാക്കാൻ പടച്ച റബ്ബ് നമ്മളോട് കൽപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരുടെയും വാപ്പയും ഉമ്മയും ഒക്കെ ഖബറിലാണ്. സാധുവായ എന്റെ പിതാവ് ഖബറിലാണ്. ഇന്ന് എന്റെ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ട മാതാവ്, എന്റെ മാതാവിന്റെ പിതാവ് മരണപ്പെട്ടു പോയത് ഇതേ ദിവസമായിരുന്നു. ഉമ്മ ആണ്ട് കഴിക്കുന്നുണ്ട്, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഉമ്മായുടെ പിതാവ്, അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട പലരും. അർഹമുർ-റഹീമീനായ റബ്ബേ, ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ചെയ്യുന്ന ദുആ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ നീ മാപ്പ് ചെയ്തു കൊടുക്കണേ റബ്ബേ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുമായി നല്ല ബന്ധം നിലനിർത്തിയവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പല സഹോദരങ്ങളും രോഗികളാണ്. ഈ സദസ്സിൽ തന്നെ വരേണ്ട ചില ആളുകളുണ്ട്. ഞരമ്പ് സംബന്ധമായുള്ള രോഗം കാരണം പ്രയാസപ്പെടുന്നവരുണ്ട്. വേറെ ചില ആളുകൾ ചികിത്സയിലാണ് മറ്റു നാടുകളിൽ. അതേപോലെ വേറെ ചില ആളുകൾ ക്യാൻസർ രോഗം ബാധിച്ച് വളരെ അപകടകരമായ അവസ്ഥ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ചില ആളുകൾ കിഡ്നി സംബന്ധമായ രോഗം കാരണം ഒരിക്കൽ കിഡ്നി രണ്ടും ഫയലായി മാറ്റിവെച്ചു, രണ്ടാമത് വീണ്ടും ഫയലായി. വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. അല്ലാഹു ഒക്കെ ഏറ്റെടുക്കുക. അതൊക്കെ ചോദിക്കാനും ദ്വാരക്കാൻ പറ്റുന്ന നല്ലൊരു രാവ. കാരണം പല ദുആക്കും അല്ലാഹു പ്രവാചകന്മാർക്ക് ഉത്തരം നൽകിയ രാവും പകലും. അർഹമുർ-റഹീമീനായ അല്ലാഹ്, അവരുടെയൊക്കെ സർവ്വ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ആരോഗ്യത്തോടെ ഞങ്ങളിലേക്ക് തിരിച്ചു വരാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ, കിഡ്നി സംബന്ധമായ രോഗം കാരണം പ്രയാസപ്പെടുന്ന സഹോദരന്റെ പ്രയാസവും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ചെയ്യുന്ന ചികിത്സ നീ ഫലപ്രദമാക്കി കൊടുക്കണേ അല്ലാഹ്. മറ്റൊരാൾ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ദുആ ചെയ്യാൻ നമ്മുടെ സദസ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ചെറിയ മക്കളാണ്, കൊച്ചുമക്കളാണ് അദ്ദേഹത്തിന്. അല്ലാഹുവേ റബ്ബേ, അല്ലാഹുവേ, കുഞ്ഞുമക്കളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. അവരുടെ രോഗവും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് അവരെ നീ തിരിച്ചു കൊണ്ടുവരണേ അല്ലാഹ്. റഹ്മുർ-റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ട് അവർക്കൊക്കെ നീ അല്ലാഹുവേ പൂർണ്ണ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഗർഭിണികളുണ്ട് റബ്ബേ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരിൽ വളരെ പ്രയാസത്തിലാണവർ. അല്ലാഹുവേ, വളരെ വലിയ പ്രയാസത്തിലാണവർ. അവർക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. മനസ്സിന് നീ സമാധാനം നൽകണേ റബ്ബേ. മനസ്സിന് നീ ശാന്തി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്നെ പ്രതീക്ഷിച്ചു വന്ന ഈ സദസ്സിലെ ഒരാളെയും നീ നിരാശരായി മടക്കല്ല അല്ലാഹ്. നിരാശരായി മടക്കല്ല റബ്ബേ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഉയരുന്ന മതിലുകളും തകരുന്ന ബന്ധങ്ങളും എന്നാണ്. അകലുന്ന ബന്ധങ്ങളും എന്നാണ്. ഉയരുന്ന മതിലുകൾ, അകലുന്ന ബന്ധങ്ങൾ. മതിൽ ഉയരുമ്പോൾ തന്നെ ബന്ധം 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 അകലും. മതിലുകൾ ഉയരുമ്പോൾ ബന്ധങ്ങൾ അകന്നുപോകും. അത് സ്വാഭാവികമാണ്.
ബന്ധങ്ങൾ സുദൃഢമാകാൻ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന് പുണ്യനബി പറഞ്ഞത് ഇടക്കിടക്ക് സന്ദർശിക്കണമെന്നാണ്. ഇടക്കിടക്ക് സന്ദർശിക്കണം. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു വേഗം കുറച്ചു നേരം നമ്മളൊന്ന് പറഞ്ഞോളൂ. ഇത് ഈ വിഷയം നമ്മൾ അള്ളാഹ് അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന് ശരിയാവില്ല എന്ന് തോന്നുന്ന ഘട്ടമാണ് ഉടനെ നിർത്തണേ. പിന്നെ ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇത് നമ്മൾ ഫസ്റ്റും സെക്കൻഡും തീരുമാനിക്കാൻ നടത്തുന്ന മത്സരമല്ലേ. ഇത് ഇൽമു പഠിക്കാൻ നടത്തുന്ന സദസ്സാണ്. അള്ളാഹ് അനുഗ്രഹിച്ച ഒരു കൊല്ലത്തെ വിഷയം തന്നെ ബന്ധങ്ങളായിരിക്കും. ഞാൻ നേരത്തെ ഓതിയ ആയത്ത് ഞാൻ ഇവിടുന്ന് നമ്മൾ പറഞ്ഞ എവിടെ എത്തൂലല്ലോ. അതുകൊണ്ട് ചെറിയ പ്രധാനപ്പെട്ട ചില ഭാഗം മാത്രം പറഞ്ഞ് നിർത്തുക. ഇന്ന് ദുആ ചെയ്യുകയും ചെയ്യാം. നമുക്ക് 10 ബന്ധം എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലാഹു ആയത്തിൽ. അബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. അല്ലാഹുവിനോട് നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം. വബിദിൽ ഖുർബ. അടുത്ത കുടുംബക്കാർക്കും. വബിദിൽ ഖുർബ വൽ മസാവ. വബിദിൽ ഖുർബ വൽ യതാമ. യതീമുകളോട് നിങ്ങൾ ഗുണം ചെയ്യണം. വൽ മസാകീൻ. പാവങ്ങളോട് നിങ്ങൾ ഗുണം ചെയ്യണം. വൽ ജാരിദിൽ ഖുർബ. കുടുംബക്കാരായ അയൽവാസികളോടും. വൽ ജാരിൽ ജുനുബ്. കുടുംബക്കാരല്ലാത്ത അയൽവാസികളോടും. ആ പ്രയോഗമൊക്കെ കുടുംബക്കാരായ അയൽവാസികളോട്. കുടുംബക്കാർ അല്ലാത്ത അയൽവാസികളോട് ഒക്കെ കണിശമായി പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ പറഞ്ഞിടത്തൊന്നും മുസ്ലിമായ അയൽവാസി എന്ന് പറഞ്ഞില്ലല്ലോ. മുസ്ലിമായ അയൽവാസി എന്നല്ല പറഞ്ഞത്. മുസ്ലിമായ അയൽവാസി എന്ന് പറഞ്ഞില്ല. വൽ ജാരിൽ ഖുർബ വൽ ജാരിൽ ജുനുബ് വസ്വാഹിബി ബിൽ ജംബി. വസ്വാഹിബി ബിൽ ജംബ് എന്നതാ? ഒന്നുകിൽ കൂട്ടുകാരെന്നാണ്. സ്വാഹിബി ബിൽ ജംബ്. ജംബിലുള്ള ആള്, അടുത്ത് എപ്പോഴുള്ള ആള്. അടുത്തെപ്പോഴും ആരാണ്ടാകുക? എപ്പോഴും ഒരാൾ കൂടെ ആരാണ്ടാകുക? കൂട്ടുകാരാണ്, ചങ്ങായിമാർ, സുഹൃത്തുക്കളാണ്. ഇവരെല്ലായിടത്തും ഒപ്പളാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോ ഒപ്പാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ 2 വിഭാഗമായി തിരിയൂലേ. അത് ഇവൻ പറയാൻ എന്നെ ഓന്റെ പാർട്ടിയിൽ ചേർത്താൽ മതി. അത്ര ബന്ധം. വസ്വാഹിബി ബിൽ ജംബ്. അതുവരെ യാത്ര ചെയ്യുമ്പോൾ ഒപ്പമാണ്. വസ്വാഹിബി ബിൽ ജംബ്. കൂട്ടുകാർ. ഒന്നുകിൽ അതാണ്, അല്ലെങ്കിൽ ജംബിലുള്ള സ്വാഹിബ് എന്നാണ്. അതാരാ? ഒരാളുടെ അടുത്ത് എപ്പോഴും കിടക്കുന്ന ഒരാളുണ്ട്. ആരാ? ഇണയാൻ ഭാര്യയാണ്. പെണ്ണാണെങ്കിൽ അവളുടെ ഭർത്താവാണെങ്കിൽ അവളുടെ ഭാര്യ, അയാളുടെ ഭാര്യയാണ്. അവരോടൊക്കെ നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അവരുമായുള്ള ബന്ധമെല്ലാം സുദൃഢമാവണം. വസ്വാഹിബി ബിൽ ജംബ്. ഒന്നുകിൽ അതർത്ഥം, അല്ലെങ്കിൽ പിന്നെ അർത്ഥം എന്താ? വസ്വാഹിബി ബിൽ ജംബ് എന്ന് പറഞ്ഞാൽ സഹയാത്രികൻ എന്നാണ്. കൂടെ യാത്ര ചെയ്യുന്ന ആളോടുണ്ടാവേണ്ട ബന്ധം പുണ്യനബി കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. റക്കച്ചല്ലു സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വരാൻ വിഷയത്തിലേക്ക് കേട്ടോ. ഉയരുന്ന മതിലുകളും അകലുന്ന ബന്ധങ്ങളും. എന്താണ് ഈ മതിൽ? എന്താണ് ഈ അകന്നു പോകുന്നത്? എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഒരു ചെറിയ വാക്കിൽ നമ്മൾ ഓർമ്മപ്പെടുത്തും. വസ്വാഹിബി ബിൽ ജംബ്. സഹയാത്രികനോട് കടപ്പാടുണ്ടോ? ഉണ്ട്. അവനോട് കാണിക്കേണ്ട ബന്ധം എന്താ? സഹയാത്രികൻ എന്താണോ അയാളുടെ ആവശ്യങ്ങൾ അതൊക്കെ കൂടെ യാത്ര ചെയ്യുന്ന ആൾ നിർവഹിച്ചു കൊടുക്കണം എന്നാണ് ഇത് പഠിപ്പിച്ച മത. ഞാൻ ഓർക്കുകയാണ്, ഒരു തവണ ഹജ്ജ് യാത്ര ചെയ്ത ഒരാൾ എന്നോടൊരു അനുഭവം പറഞ്ഞു. അയാൾ പറഞ്ഞു, ഗവൺമെന്റ് കോട്ടയിലാണ് അദ്ദേഹം ആ പ്രാവശ്യം ഹജ്ജിന് പോയത്. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. അതറിയാം, ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അറിയാം. ഏകദേശം എല്ലാവരും മുഴുവൻ ആളും തിരിച്ചെത്തി കഴിഞ്ഞു അല്ലേ? ലാസ്റ്റ് ഫ്ലൈറ്റ് നാളെയാണ്. അള്ളാഹു എല്ലാ രാജ്യക്കാരെയും സുരക്ഷിതമായി അവരുടെ നാട്ടിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ആ തവണ ഗവൺമെന്റ് ഹജ്ജിലാണ് അദ്ദേഹം ഹജ്ജിന് പോയത്. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി. ഹജ്ജിന് പോകുന്ന സമയത്ത് 8-10 മണിക്കൂറൊക്കെ ജിദ്ദ എയർപോർട്ടിൽ നിൽക്കേണ്ടി വരാറുണ്ട്. ഇയാൾ പറയണ, എയർപോർട്ടിൽ നിന്ന് മക്കയിലേക്കുള്ള ബസ് കയറി യാത്ര ആരംഭിച്ചു.
വഴിക്ക് വെച്ച് ഇയാൾക്ക് അതിശക്തമായ ദാഹം. ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണവും വെള്ളവും കിട്ടിയതാ, പിന്നൊന്നും കിട്ടിയില്ല, എയർപോർട്ടിൽ നിന്ന് കിട്ടിയില്ല, ബസ്സിൽ കയറിയപ്പോൾ അതിശക്തമായ ദാഹം. ഇയാളെ ശ്രദ്ധിച്ചു, ചുറ്റുഭാഗത്തുമുള്ള ആളുകളെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അടുത്തുള്ള സീറ്റിൽ ഒരാളുടെ കയ്യിൽ വെള്ളത്തിന്റെ ബോട്ടിലുണ്ട്. ഇയാൾ പറയാ, ഇയാൾ വലിയ മുതലാളിയാണ്, പൈസ ഉള്ളവരാണല്ലോ ഹജ്ജിന് പോവാ, അല്ലേ? പൈസ ഉള്ള ഹജ്ജിന് പോവാ. മനിസ്തതാ ഇലൈഹി സബീലാ വഹജ്ജുൽ ബൈതി മനിസ്തതാ ഇലൈഹി സബീലാ. പരിശുദ്ധമായ മക്കയിൽ എത്തിച്ചേരാൻ സാമ്പത്തികമായി ശാരീരികമായി കഴിവുള്ള ആളുകൾക്കാണല്ലോ അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയത്. ഇവിടെ നല്ല പൈസ ഉണ്ട്, പോക്കറ്റിൽ പൈസ ഉണ്ട്. പോക്കറ്റ് ഉണ്ടാവില്ലല്ലോ ഇഹ്റാമാകുമ്പോ, ആ പോക്കറ്റല്ല, ബെൽറ്റിന്റെ പോക്കറ്റിൽ പൈസയുണ്ട്. വാങ്ങാൻ നിർവാഹമില്ല. സൗദി അറേബ്യയിലെ ഗൾഫിലെ റോഡുകൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ സ്ഥലത്തും നിർത്താനും പറ്റില്ലല്ലോ. തൊട്ടടുത്ത സീറ്റിലെ ആളുടെ കയ്യിൽ വെള്ളമുണ്ട്. അയാളോട് പറഞ്ഞു, സഹോദരാ, അതിശക്തമായ ദാഹമുണ്ട്, എനിക്ക് ആ വെള്ളം അല്പം തരുമോ എനിക്ക്? ആ സമയത്ത് ഈ സീറ്റിലുള്ള ആൾ ഇയാളോട് പറയാം, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ, പൈസ കൊടുത്താൽ വെള്ളം എല്ലായിടത്തും കിട്ടും. കൊടുത്തില്ല. ലോകത്ത് ഏറ്റവും നല്ല യാത്രയാണ്. നിങ്ങൾ ആലോചിക്കണം, പല കാര്യങ്ങൾക്കായി ആളുകൾ യാത്ര ചെയ്യാറുണ്ട്. ബിസിനസ് ആവശ്യാർത്ഥം യാത്ര നടക്കുന്നുണ്ട്, പല ആവശ്യങ്ങൾക്കായി യാത്ര നടത്തുന്ന ആളുകളുണ്ട്. ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല യാത്ര അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്കുള്ള യാത്രയാണല്ലോ. ആ യാത്രയിൽ ഒരു കൂട്ടുകാരനെ കിട്ടാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കൂട്ടുകാരൻ ഭൂമിയിൽ വേറെ ആരുമില്ല. ആ കൂട്ടുകാരൻ ദാഹിച്ചു വലഞ്ഞിട്ട് ഒരൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറയാം, ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതാണ്, എനിക്ക് ദാഹിക്കുമ്പോ കുടിക്കാൻ പൈസ കൊടുത്താൽ എവിടുന്നും വെള്ളം കിട്ടും. അയാൾക്കപ്പോ ദാഹിക്കില്ല. സ്വാഹിബിൽ ജംബ്, സഹയാത്രികനോട് നീ കാണിക്കേണ്ട മര്യാദയുണ്ട്. പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവേ ഞങ്ങളെ നീ പഠിപ്പിച്ചതൊക്കെ അക്ഷരം പ്രതി പാലിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ പാറക്കടവിലും ഇതേപോലെ സ്ഥിരമായി വയലൊക്കെ നടക്കുന്ന സ്ഥലത്ത് വരാനുള്ള ഒരു സന്തോഷം എന്താ അറിയുക? അത് മാർക്കിടാനല്ല എന്നാ ഞാൻ മനസ്സിലാക്കണം. വയലിൽ പറയാൻ തരുന്ന ആളെ മാർക്കിടാൻ, അതിനാണ് അവനെ എല്ലാ കൊല്ലവും വിളിക്കണ്ടല്ലോ, എല്ലാ കൊല്ലം നിർബന്ധിച്ചു വരണമെന്ന് പറയാലോ. വരാനുള്ളൊരു സന്തോഷം തന്നെ ഇതൊക്കെ കേൾക്കുന്നത് അനുസരിക്കണമെന്ന ബോധത്തോടു കൂടെയാണ് എന്ന തോന്നലാണ്. അല്ലാഹുവേ ഞങ്ങളെ അങ്ങനെ ആക്കിത്തരയണമേ അല്ലാഹ്. വബിനിസ്സബീൽ വസ്സാഹിബി ബിൽ ജംബി വബിനിസ്സബീൽ, വഴിയാത്രക്കാരനോടും നീ കാണിക്കേണ്ട ബന്ധമുണ്ട്, വഴിയാത്രക്കാരനോട് നീ കാണിക്കേണ്ട കടപ്പാടുണ്ട്. എന്താ വഴിയാത്രക്കാരനോട് കാണിക്കേണ്ട കടപ്പാട്? നമ്മുടെ നാട്ടിലൂടെ ഒരു വാഹനം ഓടിപ്പോകുന്നു, ആക്സിഡന്റിൽപ്പെട്ട് ഡ്രൈവർ വണ്ടിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നു. മുന്നിലിരുന്ന ആൾ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി, ബേക്കിലുള്ള 2 കുട്ടികൾ ഡോറിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. എന്താ നമ്മൾ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സിക്കാനായുള്ള സംവിധാനം ഒരുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. അന്നത്തെ ലോകം ചെയ്യണമെന്നറിയോ? ഒരാൾ ആക്സിഡന്റ് പെട്ട് ആദ്യം ചെയ്യുവാനോ അവന്റെ മൊബൈൽ എടുക്കണം. അവന്റെ മൊബൈലെടുത്തവരെ മുഴുവൻ പകർത്തുകയാണ്. പകർത്തിയിട്ട് എന്റെ സഹോദരങ്ങൾക്ക് ആക്സിഡന്റ് നടന്ന് 2 മിനിറ്റ് കഴിഞ്ഞില്ല, ഖത്തറിൽ നിന്ന് തിരിച്ച് ഇവന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരികയാണ്. കണ്ടു നിൽക്കാനും കഴിയുന്നില്ല, വല്ലാത്ത രംഗമല്ലോ. എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നു, എടാ നീ 2 മിനിറ്റ് ഉപയോഗിച്ച് ആ തെറിച്ചു കിടക്കുന്ന മനുഷ്യരെ നിനക്ക് കിട്ടിയ വണ്ടിയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ 1 സെക്കൻഡ് നേരത്തെങ്കിലും അവർക്ക് ചികിത്സ നൽകാൻ കഴിയുമായിരുന്നു. അത് നീ ചെയ്യണേ എന്ന് നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഏതാണ് ഈ മതില് എന്നതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഏതാണ് ഈ മതിൽ? ഉയരുന്ന മതിലുകളും അകലുന്ന ബന്ധങ്ങളും. ഈ മതിലേതാ? കേവലം നമ്മൾ കല്ലുകൊണ്ട് പടുത്തുയർത്തുന്ന മതിലുകൾ മാത്രമല്ല, ടെക്നോളജിയാകുന്ന മതിൽ നമ്മുടെ മനസ്സുകൾക്കിടയിൽ അകലം തീർത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലേ? ടെക്നോളജിയാകുന്ന മതിൽ നമ്മുടെ മനസ്സുകൾക്കിടയിൽ അകലം തീർത്തില്ലേ? തീർത്തു.
വാപ്പ മുമ്പിലിരിക്കുന്നുണ്ട്. പിതാവിന്റെ മുഖത്തേക്ക് നോക്കാൻ മക്കൾക്ക് സമയമില്ല. വാപ്പ ഉമ്മ മകളോട് സംസാരിക്കുന്നുണ്ട്. ഉമ്മ സംസാരിക്കുമ്പോഴും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ടല്ല അവൾ മറുപടി പറയുന്നത്. അവളുടെ സ്ക്രീനിലൂടെ, മൊബൈലിന്റെ സ്ക്രീനിലൂടെ, നിങ്ങൾ പറയാ ടച്ചാക്കാണ്, ഞാൻ പറയാ തോണ്ടാണ്. പഴയ ഭാഷ. ഞാൻ പറയാ തോണ്ടാണ്. തോണ്ടല്ലേ? കുട്ടികൾ പറയും അത് ടച്ച് സ്ക്രീനാണ്. ഞാൻ പറയാ തോണ്ടുന്ന സ്ക്രീൻ എന്നുള്ളതിനെന്താ, തോണ്ടുന്ന പ്രതലെന്നോ എന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ പറയാം. സംഗതി രണ്ടോ ഒന്നാണ്. ഉമ്മ സംസാരിക്കുന്നുണ്ടവളോട്. നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഈ പന്തെങ്ങനെ വിളക്കി ചേർക്കണമെന്ന് പറഞ്ഞിട്ട് വേണം നമ്മളിത് പറയാൻ. പക്ഷെ അത് അവിടെ നിന്ന് പോരാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ഇത് നിങ്ങൾ കൊടുത്തത് ഒരു ബഹറായ വിഷയമാണ്. ഓരോന്നോരോന്നെടുത്തു പറയണം. ആ ബന്ധം ഇങ്ങനെ വിളക്കി ചേർക്കണം എന്ന് അള്ളാഹു പഠിപ്പിച്ചത് ഇങ്ങനെ പറയണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു കൊല്ലം ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ ഒരു 10 ദിവസത്തെ വിഷയം നമ്മുടെ ഇതായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ടെക്നോളജി നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിൽ തീർത്തിരിക്കുകയാണ്. എന്താ? ഉമ്മാനോട് സ്നേഹമില്ല. നമ്മുടെ പണ്ടത്തെ കാലങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടത്തെ കാലത്ത് വീടുകളൊന്നും വലിയ പ്രസക്തമായിരുന്നില്ല. വീടിന്റെ ഡോറ് വലിയ ബാറൊന്നും ഉണ്ടാവില്ല. ഒരു ചെൽമായിരുന്നു, കൊച്ചു കൊച്ചു വീടുകൾ. ഇന്ന് ഞാൻ വയനാട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും കണ്ടു ഞാൻ ചില ഷെഡുകൾ. എന്നോട് പറഞ്ഞു 6 മക്കളും ഒരു പിതാവും മാതാവും അതിനകത്ത് താമസിക്കുന്നുണ്ട്. കേവലം ആല പോലെ ഒരു ഷെഡാണ്. കേവലം ആല പോലെ ഒരു ഷെഡാണ്. 6 മക്കളും പിതാവും മാതാവും കിടന്നുറങ്ങുന്നത്. വാപ്പയെ പറ്റിപ്പിടിച്ചുറങ്ങുന്ന മകൻ, ഉമ്മയെ പറ്റിപ്പിടിച്ചുറങ്ങുന്ന മകൾ. അവരുടെ വീടുകളിൽ റൂമുകളായി തിരിച്ച്, മതിലുകൾ തീർത്ത് റൂമുകളായി തിരിച്ചിട്ടില്ല അവരുടെ വീടിന്റെ ചുമരുകൾ. എന്തേ? അതിന് മാത്രം സ്ഥലമില്ല, ഒരു ചെറിയ ഷെഡാണ്. എന്തോ ഒരു സ്നേഹം വാപ്പയും മക്കളും തമ്മിൽ, എന്തോ ഒരു സ്നേഹമെന്നാലോ. വലിയ വലിയ വീടുകൾ, ഓരോ വീട്ടിലും വീട്ടിന്റെ റൂമുകൾ സുന്ദരമായ മതിലുകളും ചുമരുകളും വെച്ച് ഭദ്രമാക്കിയിട്ടുണ്ട്. അടിയിൽ നമ്മൾ പതിച്ചിരിക്കുന്നത് മേത്തരം കല്ലുകളാണ്. ചുമരുകൾ നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മതിലുകൾക്കിടയിലും റൂമുകൾക്കകത്തിരിക്കുന്ന കുഞ്ഞുമോനും വാപ്പയും തമ്മിൽ മാനസികമായി അകന്നു പോയിരിക്കുകയാണ്. മതിലുകൾ അവർക്കിടയിൽ അകലം തീർത്തിരിക്കുകയാണ്. 25 വയസ്സായ കുഞ്ഞുമോനാണ് തന്റെ വാപ്പയെയും ഉമ്മയെയും വലിച്ചെറിഞ്ഞ് ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ഓടിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നതും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സുകൾ തമ്മിലുള്ള ബന്ധം ചേർത്തിത്തരട്ടെ. നിങ്ങൾ ചിന്തിക്ക്, മോളും ഉമ്മയും തമ്മിൽ അകന്നു പോയിരിക്കുകയാണ്. ഉയരുന്ന മതിലുകൾ ഉയരുമ്പോൾ കൽബുകൾ അകന്നു പോകുന്നു. പണ്ടത്തെ കാലഘട്ടത്തിൽ അയൽവാസികൾ, വീടുകൾ തമ്മിൽ മതിലുകൾ ഉണ്ടായിരുന്നില്ല. വല്ലാത്ത സ്നേഹമായിരുന്നു അല്ലേ? ഒരു സ്നേഹം. അയൽവാസി തമ്മിൽ എന്തൊരു സ്നേഹമാണ്. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചെറുപ്പത്തിൽ അയൽപക്കത്ത് ഒരു ഈന്തുംപിടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയോ? പഴയ കാലത്തെ സ്പെഷ്യലാപ്പം ഞാനാ പറഞ്ഞത്. ഇനി നമുക്ക് കിട്ടാനില്ല. ഒരു ഈന്തുംപിടി അയൽപക്കത്തെ വീട്ടിൽ ഈന്തുംപിടി ഉണ്ടാക്കിയാൽ ഉടനെ അതിന്റെ ഒരു അംശം തൊട്ടടുത്ത വീട്ടിലേക്ക് വരും. ഇന്ന് നമ്മുടെ വീടിന്റെ ചുറ്റുമതിൽ കാരണം നമ്മൾ ഉയർത്തിവച്ചിരിക്കുന്ന ചുറ്റുമതിലുകളിൽ അയൽവാസിയുടെ വീട്ടിലെന്താ നടക്കുന്നതെന്ന് പോലും തൊട്ടടുത്ത അയൽവാസി അറിയുന്നില്ല. അയൽവാസിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആവണ്ടേ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുത്ത് വന്നു. മാസാല ജിബ്രീൽ യൂസീനി ഫീ ജാരി, എന്റെ അയൽവാസിയുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താവനൻതു, ജിബ്രീൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു പോയി, അന്നഹു സയുവരിസുനി, എന്റെ അയൽവാസി എന്നെ അനന്തരമെടുക്കുമെന്ന്, എന്റെ അനന്തരം എന്റെ അയൽവാസിക്ക് കൊടുക്കണമെന്ന് ജിബ്രീൽ പറയുമോ എന്നെനിക്ക് തോന്നിപ്പോയെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ അയൽവാസിയെ സ്വന്തത്തെ പോലെ അനന്തരം കൊടുക്കലാർക്കാ?
അനന്തരം പിതാവിന്റെ അനന്തരമെടുക്കുന്നത് മകനാണ്, മകളാണ് ഉമ്മയുടെ അനന്തരമെടുക്കാറുള്ളത്. രക്തബന്ധത്തിലുള്ളവരാണല്ലോ. ഒരാളുടെ അനന്തരമെടുക്കുന്ന ആൾ രക്തബന്ധത്തിലുള്ള ആളാണല്ലോ. എന്റെ അനന്തരമെടുക്കലാരാ? എന്റെ മകനാണ്, എന്റെ മകളാണ്. അയൽവാസി എന്റെ അനന്തരക്കാരനാണെന്ന് ജിബ്രീൽ പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം എന്താണ്? അയൽവാസിയെ രക്തബന്ധത്തിലുള്ളവരെ പോലെ കാണണം എന്ന് നബിയുനാ റസൂലുള്ളാഹി. അയൽവാസിയും തമ്മിലുള്ള ബന്ധം അത്രമേൽ സുദൃഢമായിരിക്കണം, അത്രമേൽ സുദൃഢമായിരിക്കണം. അന്നത്തെ കഥ എന്താ? തൊട്ടടുത്ത അയൽപക്കത്ത് എന്താ നടക്കണമെന്ന് പോലും ഈ അയൽവാസി അറിയുന്നില്ല. എന്റെ വീട്ടിന്റെ അവസ്ഥ എന്തെന്ന് ഇവൻ അറിയുന്നില്ല. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അല്ലേ, ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ പരസ്പരം ബന്ധങ്ങൾ പോലും, സ്നേഹബന്ധങ്ങൾ പോലും വലിച്ചെറിഞ്ഞു പോയി. അല്ലാഹുവേ, ബന്ധം സുദൃഢമാക്കി തരണേ അല്ലാ, സ്നേഹബന്ധം സുദൃഢാക്കണേ എന്നാണ് അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞ വളരെ ഗൗരവമായൊരു വിഷയം, വളരെ ഗൗരവമായ വിഷയം. അല്ലാഹുവേ, അർഹമുർ റഹീമീനായ അല്ലാ, നീ പഠിപ്പിച്ച സ്നേഹബന്ധങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സുദൃഢമാക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പറഞ്ഞതൊക്കെ ഇതിലൂടെ ഒക്കെ കടന്നു പോകേണ്ടിയാണ്. അപ്പൊ നമുക്ക് ഏതാ സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ഭാഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബുകളെ നന്മക്കായി അല്ലാഹു തുറന്നു പെരുമാറാകട്ടെ. ഈ ആയത്തിലേക്ക് കടന്നു ഒരു നിങ്ങൾ ശ്രദ്ധിക്കണം. ഉയരുന്ന മതിലുകൾ എന്ന് പറഞ്ഞാൽ കേവലം മതിൽ മാത്രമല്ല, കല്ലുകൊണ്ട് നമ്മൾ വെച്ചുണ്ടാക്കുന്ന മതിലുകൾ മാത്രമല്ല, അതും ഇതിൽപ്പെടും. ചുമർ, കല്ലുകൊണ്ട് നമ്മൾ വെച്ചുണ്ടാക്കുന്ന മതിലുകൾ, അത് ഈ വിഷയത്തിന്റെ അകത്തിൽപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതില് ഉയരാന്ന് ഒരാൾ മതില് ഉയരല് എപ്പോഴാണ്? നിങ്ങളാരെങ്കിലും മതിൽ ഉയർത്തിനോ? അത് മുണ്ടില്ലല്ലോ ആരും. മതിൽ നിങ്ങളെ വീടിന്റെ ഒക്കെ ചുറ്റുമതിൽ ഉയർന്നതാണോ താഴ്ന്നതാണോ? എന്തുകൊണ്ട് ഒരാളുടെ മതിൽ ഉയരല അതന്നെ. പൈസ നമ്മളെടുത്ത് കൂടുമ്പോ മതിൽ ഉയരും. അപ്പൊ ആ പൈസ എത്ര കൂടുണ്ടോ അതിനനുസരിച്ച് മതിലിന് ആനായ മതിലാണ്. മതില് കണ്ടാൽ തന്നെ അറിയാം ഈ ചങ്ങായിക്ക്. പണ്ടൊക്കെ അങ്ങനെ പെണ്ണ് കാണാൻ പോയാല് അതിന്റെ നോക്ക വീടിന്റെ മുമ്പിലുള്ള വെയിൽക്കോലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് അജി അല്ലേ? അല്ലേ, വെയിൽക്കോലുണ്ട്. നിങ്ങളെ തേങ്ങയെ നോക്കാം, തേങ്ങക്കൂടാണ് നോക്കാം. അത് ശരിയാണ്. അന്നൊക്കെ ഞാൻ അയാളുടെ തെങ്ങിൻ തോട്ടമായിരുന്നു ശ്രദ്ധിക്കാറുള്ളത്. ഇന്നതല്ല, ഇന്ന് വീടും മതിലൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ മതിൽ ഉയരുന്നതും ഭംഗി ുന്നതും ഒരാളുടെ സാമ്പത്തികമായ അടിത്തക്കനുസരിച്ചാണല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു വ്യാഖ്യാനം പണം കൂടിയ ഇപ്പോൾ ബന്ധങ്ങൾ അകന്നുപോയി എന്നാണ്. ഒക്കെ ഇതിന്റെ പരിധിയിൽ വരും. എല്ലാം ഈ ചർച്ചയുടെ മകളും തമ്മിലുണ്ടാകേണ്ട അഭേദ്യമായ ബന്ധമില്ലാതെയാവുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉച്ച ഖന്തഖ് യുദ്ധം മദീനക്ക് ചുറ്റും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോഴാണ് സ്വഹാബികളോട് അല്ലാഹുവിന്റെ ഹബീബ വിഷയത്തിൽ മശ്വറ നടത്തുന്നത്. മഹാനായ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. പേർഷ്യയിൽ നിന്ന് സത്യം തേടി പുറപ്പെട്ട അവസാനം പരിശുദ്ധ മദീനയിൽ എത്തിച്ചേർന്നു. പുണ്യനബിയോട് വിശ്വസിച്ച ആളാ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്വറ ചെയ്യുന്ന ആ സദസ്സിൽ സൽമാനുണ്ട്. പുണ്യനബി പറഞ്ഞു, സഹാബാ, മദീനയിലേക്ക് ശത്രുക്കൾ ഇരച്ചുകൊണ്ട് നേരിടും. ആ സമയത്താണ് ആ കൂട്ടത്തിൽ നിന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നത്. അവരുടെ നാടുകളിലൊക്കെ നടക്കാറുള്ള യുദ്ധതന്ത്രം, അല്ലാഹുവിന്റെ ഹബീബിനോട് നടക്കാറുള്ള യുദ്ധമുറ ശത്രുക്കളെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തലാണ് നബിയെ. നാടിനു ചുറ്റും കിടങ്ങ് കുഴിച്ച് ശത്രുക്കളെ പ്രതിരോധിച്ചു നിർത്തലാണ് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. നിങ്ങൾ പുണ്യനബി നേതാവിന്റെ സ്വഭാവമാണ്. എന്നെ ശ്രദ്ധിക്കണം, ഒരു കാര്യം അടിച്ചേൽപ്പിക്കല്ല, മഷ്വറ ചെയ്യാം. എന്തേ അള്ളാന്റെ ഹബീബിന് ആകാശത്തുനിന്ന് വഹി ഇറങ്ങൂലേ? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിന് വന്ന് പറഞ്ഞു കൊടുക്കില്ലേ മാർഗനിർദ്ദേശം? അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തത് തന്നെ അനുചരന്മാരോട് മസ്വറ നടത്തി. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായം നല്ല അഭിപ്രായമാണെന്ന് തോന്നിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ആ അഭിപ്രായം സ്വീകരിച്ചു. മദീനക്ക് ചുറ്റും കിടങ്ങു കുടിക്കാൻ തീരുമാനിച്ചു. ആ യുദ്ധം നടന്നത് മദീനക്ക് ചുറ്റുമുള്ള യുദ്ധം, മദീനക്ക് ചുറ്റും കിടങ്ങു കുടിച്ചുള്ള യുദ്ധം നടക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബും സഹാബികളും മുഴുപട്ടിണിയിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ്. ഭയങ്കര പട്ടിണിയായിരുന്നു അന്ന് മദീനത്ത്, ഭയങ്കര പട്ടിണിയാണ്, കഴിക്കാനൊന്നും ഇല്ലാത്ത സമയത്താണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും കിടങ്ങു കുടിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് കിടങ്ങു കുടിക്കാനുള്ള ആജ്ഞ കൊടുത്ത് ഒരു ഭാഗത്ത് മാറി നിന്നില്ല. റസൂലുള്ളാഹി കുറേ കാര്യം നമുക്ക് പഠിക്കാനുണ്ട് പുണ്യനബി. അള്ളാഹുവിന്റെ ഹബീബ് കിടങ്ങു കുടിക്കാനുള്ള ആജ്ഞ നൽകിയിട്ട് മാറി നിന്നില്ല. പുണ്യനബിയും സഹാബികളോടൊപ്പം കൂടി കിടങ്ങു കുടിക്കുകയാണ്. പട്ടിണിയുടെ കാലഘട്ടമാണല്ലോ, കഴിക്കാനൊന്നുമില്ല. കിടങ്ങു കുഴിച്ചുകൊണ്ട് സഹിക്കാൻ കഴിയാതെ സ്വഹാബികൾ അവരുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. വീണ്ടും വിശപ്പ് അസഹനീയമായപ്പോൾ പുണ്യനബിയോട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, മൺവട്ടിയെടുത്ത് പൊക്കാൻ കഴിയുന്നില്ല നബിയെ, പിക്കാസ് എടുത്ത് പൊക്കാനും കഴിയുന്നില്ല നബിയെ. അള്ളാഹുവിന്റെ ഹബീബേ, വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല. അവരവരുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തു. വയറത്ത് ഒരു കല്ലാണ് അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നത്. ആ സമയം മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാർക്ക് തന്റെ ഷർട്ട് പൊക്കി കാണിച്ചു കൊടുത്തപ്പോൾ പുണ്യനബിയുടെ വയറ്റത്ത് രണ്ട് കല്ലായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളുടെ വയറിൽ ഒരു കല്ലുണ്ടായിരുന്നപ്പോൾ പുണ്യനബിയുടെ വയറ്റത്ത് രണ്ട് കല്ലാണ് സ്വഹാബികൾ ദർശിക്കുന്നത്. അത്രമാത്രം പട്ടിണിയിലാണ്. പെട്ടെന്നാണ് അവരെ കിടങ്ങു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാറ പ്രത്യക്ഷപ്പെട്ടു. ആരടിച്ചു പൊട്ടിച്ചിട്ടും ആ പാറ പൊട്ടുന്നില്ല. അവരല്ലാഹുവിന്റെ ഹബീബിനോട് വിവരം പറഞ്ഞു. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് വന്നു. റസൂലുള്ളാഹി ഇരുമ്പിന്റെ ദണ്ഡെടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ കൈകൊണ്ട് ആഞ്ഞൊന്ന് വെട്ടി ആഞ്ഞൊന്ന് അടിച്ചു. ആ പാറയിൽ പാറ ആദ്യമായത് പൊട്ടിത്തെറിച്ചു. ആ പാറ ഒരു കഷ്ണമങ്ങ് പിളർന്നു. മുതിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് അപ്പോൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബാ, ശാം എനിക്ക് കീഴ്പ്പെടുന്നതായി, ശാം നമുക്ക് അതിജയിക്കുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടു സ്വഹാബ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമതായ ഇരുമ്പിന്റെ ദണ്ഡെടുത്ത് രണ്ടാമതൊന്നുകൂടെ ആ പാറയിൽ അഞ്ഞടിച്ചു. പാറ രണ്ടാമതൊരു കഷ്ടവും കൂടെ പിളർന്നു. പാറ ഒന്നുകൂടെ പൊട്ടി. അല്ലാഹുവിന്റെ ഹബീബ് അപ്പോൾ പറഞ്ഞു, സ്വഹാബാ, കൈസറിന്റെ കോട്ടക്കൊത്തളങ്ങൾ എനിക്ക് കീഴടങ്ങുന്നതായി ഞാൻ കാണുന്നു സ്വഹാബ. കൈസറിന്റെ കോട്ടക്കൊത്തളങ്ങളെ നിങ്ങൾ കീഴടക്കും സ്വഹാബ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമതായ ഇരുമ്പിന്റെ ദണ്ഡെടുത്ത് പൊക്കിയിട്ട് ഒന്നുകൂടെ അടിച്ചു. പാറ പൂർണ്ണമായി പൊട്ടിത്തെറിച്ചു.
ഹബീബ് പറഞ്ഞു, സ്വഹാബ, കിസ്രയുടെയും അധികാരങ്ങൾ നിങ്ങൾ കീഴടക്കും. സ്വഹാബ പറഞ്ഞു, കിസ്രയുടെയും ലോകത്തെ അന്നത്തെ വൻശക്തികളായിരുന്ന കിസ്രയുടെയും കൈസറിന്റെയും ഖജനാവുകൾ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. സ്വഹാബ, അക്കാലം ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. സ്വഹാബ, എന്റെ സമുദായത്തിന്റെ കൈകളിൽ പണം എത്തിച്ചേർന്നാൽ, സാമ്പത്തികമായി അവർ ഉയർന്നാൽ, എന്റെ സമുദായത്തിന്റെ കൈകളിൽ സാമ്പത്തികമായ നേട്ടം അവർക്ക് കൈവന്നാൽ, എന്റെ സ്വഹാബ, എന്റെ ഉമ്മത്തിന് തകർച്ച നേരിടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു, മുസ്ലിം രാജ്യങ്ങൾക്ക് സംഭവിച്ചതെന്താ? മുസ്ലിം രാജ്യങ്ങൾക്ക് സംഭവിച്ചതെന്താണ്? നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാമിക രാജ്യങ്ങൾ പരസ്പരം അയൽവാസികളാണ്. അയൽവാസി എന്ന് നമ്മൾ മനസ്സിലാക്കിയത് വീടിന്റെ അയൽവാസി മാത്രം അയൽവാസി അല്ല. പാറക്കടവ് മഹല്ല് ഇതിന്റെ തൊട്ടടുത്ത് മഹല്ലേതാണ്? പുടവന്തേരി. പാറക്കടവ് മഹല്ല് പുടവന്തേരി മഹല്ലിന്റെ അയൽവാസിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസി മഹല്ലാണ് പുടവന്തേരി മഹൽ. അതിന്റെ ചുറ്റുഭാഗത്ത് ഏതൊക്കെ മഹലുണ്ടോ മഹല്ലുകളൊക്കെ. എന്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ, എന്റെ വീട്ടിന്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ, എന്റെ വീട്ടിന്റെ മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കും വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും 40 വീടുകളാണ്. എല്ലാത്തിനുണ്ട് അയൽവാസി. രാജ്യത്തിന് അയൽവാസി. ഇന്ത്യ രാജ്യത്തിന്റെ അയൽവാസിയാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക. ഇതൊക്കെ ഇന്ത്യയുടെ അയൽപക്ക രാജ്യങ്ങളാണ്. സൗദി അറേബ്യയുടെ അയൽപക്ക രാജ്യങ്ങളാണ്. UAE അയൽപക്ക രാജ്യമാണ്. ഖത്തർ അയൽപക്ക രാജ്യമാണ്. ഈജിപ്ത് അയൽപക്ക രാജ്യമാണ്. ഈ രാജ്യങ്ങളോടൊക്കെയും അയൽവാസികളോടുള്ള മര്യാദ എന്താണോ അതേ മര്യാദ അയൽവാസിയായ രാജ്യത്തോട്, അയൽവാസിയായ മഹല്ലിനോട്, അയൽവാസിയായ വീടിനോട് പാലിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ. ഈ ബന്ധമൊക്കെ കന്നുപോയി. പുണ്യനബി പറഞ്ഞ എന്താ? നിങ്ങളെ കയ്യിൽ പൈസ വരുന്നതാ എനിക്ക് പേടിയെന്ന് ഹബീബായ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ആണ്. പണ്ട് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എന്തോ ഒരു സ്നേഹം. ഒരു ചെറിയ മത്സ്യക്കറി ഉണ്ടാക്കി അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അല്ലേ? അടുത്ത വീട്ടിൽ കൊണ്ടുപോയി. ഇങ്ങനെയായിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം. അകന്നുപോയി. എന്തോ മതിൽക്കെട്ടുകൾ നമ്മുടെ ഹൃദയങ്ങൾക്കിടയിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ആ മതിൽക്കെട്ടുകളെ നമ്മൾ പൊട്ടിച്ചെറിയണം. എന്നിട്ട് നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ആ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇൻഷാ അല്ലാഹ് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ ഈ സെന്ററിനോട് ചേർന്ന് കൂട്ടമായി നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഉയർന്നു വരുന്ന ശംസുൽ ഉലമാ സ്മാരക ഇസ്ലാമിക് സെന്റർ എല്ലാ നന്മക്കും കേന്ദ്രമായി വർത്തിക്കാൻ അല്ലാഹു അതിന് നേതൃത്വം നൽകുന്നവർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഒരുപാട് ബാധ്യതയും ബന്ധമുണ്ട്. ഞാൻ മൊത്തം പറയുന്ന ഒന്നിൽ കേന്ദ്രീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഒക്കെ നമ്മുടെ ഈ വിഷയത്തിന്റെ പരിധിയിൽ വരും. ഈ നിങ്ങളിൽ സ്നേഹബന്ധം അകന്നു പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് പണ്ടൊരു നമ്മളെ കൂടെ ജോലി ചെയ്തിരുന്നൊരു ബീഹാരി ഉസ്താദ് ഉണ്ടായിരുന്നു. മൂപ്പര് എന്നോട് പറഞ്ഞു, മൂപ്പരൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കര വീടിന്റെ പണിയൊക്കെ നടക്കുമ്പോൾ കുറച്ച് ടെൻഷനിലാണ്. മൂപ്പര മോളെ കല്യാണമൊക്കെ അടുത്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു കല്യാണത്തിന്റെ കാര്യമൊക്കെ എന്റെ കുടുംബത്തിലെ ഒരാളോട് പറഞ്ഞു. പിറ്റേ ദിവസം അയാൾ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു 50,000 റുപ്യ 50,000 ഖർച്ച് ദേങ്കി, നമുക്കൊരു 50,000 റുപ്യ കടം തരുമെന്ന് വെച്ചു. അയാൾ ഇങ്ങോട്ട് അവറ്റോട് മൂപ്പര് പറയാം, അയാൾക്ക് പൈസ ആവശ്യമില്ലാന്ന് എനിക്കറിയാം. അയാൾ എന്നോട് കടം ചോദിച്ചത് ഞാൻ അങ്ങോട്ട് ചോദിക്കുമെന്ന് കരുതിയിട്ടാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന കരുതിയിട്ട് അയാൾ ആദ്യം ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. കാരണം ഇന്നലെ ഈ വിഷമം പ്രയാസമൊക്കെ മൂപ്പരോട് പറഞ്ഞല്ലോ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ ആലോചിക്കണം, സ്നേഹബന്ധം അകന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ഒക്കെ കാരണം എന്താ പറയുക? ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്നു. ആകാശത്തിന് ചുവട്ടിൽ ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങൾ. ആകാശത്തിന് ചുവട്ടിൽ രാജാതിരാജനായ റബ്ബിനോട്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹബന്ധമുണ്ടാകേണ്ടത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ നമ്മൾ വായിക്കുന്നത്. എന്തേ? ഭാര്യയെ ഭർത്താവ് അടിച്ചു കൊന്നു.
അടിച്ചു കൊല്ലാൻ കാരണം എന്താ? അവിടെ നമ്മൾ വായിച്ചെടുക്കണം, സ്നേഹബന്ധമില്ലാതെയായി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ചെയ്തതോ ആദ്യം ഈ സ്നേഹബന്ധം വിളക്കി ചേർക്കണേ എന്നാണല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെങ്ങനെ? ഒരിക്കലും മറ്റുപോകാത്ത സ്നേഹബന്ധമായി. അതുകൊണ്ടാണ് ഈ പെണ്ണിട്ടാൻ കല്യാണം കഴിക്കാൻ പോണതിന് മുമ്പ് പെണ്ണിനെ കാണൽ സുന്നത്താണ് എന്ന് പറഞ്ഞത്. കാണൽ നിർബന്ധമല്ല, സുന്നത്താണ്. പുണ്യനബി പറഞ്ഞതെന്താ? നിങ്ങൾ പരസ്പരം കാണുന്നത് അത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ രണ്ടുപേർക്കിടയിലുള്ള സ്നേഹം നാമ്പെടുക്കാൻ, ആ സ്നേഹത്തിന് പ്രാരംഭം കുറിക്കപ്പെടാൻ പരസ്പര ദർശനം നല്ലതാണെന്ന് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ വിളക്കി ചേർക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ അടിത്തറയിലാണ്. എന്റെ പ്രിയമുള്ള സഹോദര, ആ ബന്ധം നിലനിൽക്കുന്നത് തന്നെ പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഭാര്യ ഭർത്താവായി ജീവിക്കാനുള്ള പ്രാരംഭ ദശയിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലോകത്തെ പഠിപ്പിച്ച വിഷയം പറഞ്ഞ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് സ്നേഹമാണ്. അല്ലാഹു എടുത്തു പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വമിന്നായാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നവൻ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവരിലേക്ക് സമാധാനം പ്രാപിക്കുവാൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ നിർമ്മലമായ സ്നേഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ നിർമ്മലമായ സ്നേഹം ഉണ്ടാവണം. ആ നിർമ്മല സ്നേഹം ഉണ്ടായിരുന്നു എപ്പെന്നറിയോ? നമുക്ക് പരിചയമില്ലാത്തൊരു കാലം നമുക്ക് തിരിയില്ലേ. ഈ വയസ്സായ മനുഷ്യന്മാരോട് ചോദിച്ചാൽ തിരിയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ സെക്രട്ടറി ഉണ്ട്, അബ്ദുള്ള കുട്ടി ഹാജി. മറ്റുള്ളവർ ആരും ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. കാരണം എനിക്ക് മൂപ്പരൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. അബ്ദുള്ള കുട്ടി ഹാജി, അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടുപോയി 4-5 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റമദാനിൽ. വയസ്സായ മനുഷ്യൻ, 10-75 വയസ്സുണ്ട്. ഞാൻ ഓർക്കുന്നു, അന്ന് ആ വീട്ടിലേക്ക് ചെന്ന സമയം വിതുമ്പി കരയുകയാണ്. അന്ന് മാത്രമല്ല, 2 വർഷങ്ങൾക്ക് മുമ്പ് ആ മരണപ്പെട്ടു പോയ സഹോദരിയുടെ 3-മത്തെയോ 4-മത്തെയോ ആണ്ട് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. പരിശുദ്ധമായ റമദാനിൽ 25-ന് മുമ്പ് പള്ളിക്കൊരു സംഭാവന തന്നിട്ട് പറഞ്ഞു, അതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആണ്ടാണ് റമദാൻ 25-ന്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ മനുഷ്യൻ 2 കണ്ണിലും വെള്ളം നിറക്കുകയാണ്. 2 കണ്ണിലും വെള്ളം നിറക്കുക. എന്തേ? നിർമ്മലമായ സ്നേഹം. ടെക്നോളജി എന്നും പുരോഗമിച്ചിട്ടില്ലാത്ത കാലത്ത് തുടങ്ങിയ സ്നേഹബന്ധം നിർമ്മലമായിരുന്നു. ആ സ്നേഹബന്ധം, ഇന്നത്തെ സ്നേഹബന്ധം എങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സ്നേഹബന്ധം ഇതിലൂടെ ഉണ്ടായ സ്നേഹബന്ധമാണ്. പുണ്യനബി പറഞ്ഞു, റസൂൽ പഠിപ്പിച്ചെടുത്ത കാര്യമുണ്ട്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ള പറഞ്ഞ ഓരോ വാക്കിനും എത്ര ഗഹനമാണ് ഇതിന്റെ അർത്ഥം എന്നാണ് നമ്മൾ ആലോചിച്ചു. പുണ്യനബി പറഞ്ഞതാ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനോട് ആദ്യം നിങ്ങൾ സംസാരിച്ചിട്ട് പ്രേമിക്കണം എന്നല്ല പറഞ്ഞേ. എന്തേ ഞാൻ പറഞ്ഞ മോശമായി? എന്താ അയാൾ അങ്ങനെയൊക്കെ പൊതു സ്റ്റേജ് എന്ന് പറയാൻ? പൊതു സ്റ്റേജ് എന്ന് പറയേ, പരസ്യമായി ചെയ്യാതെ പറഞ്ഞെടുക്കാതെ പിന്നെ തിരിയോ? നിങ്ങൾ ചിന്തിക്ക്, പ്രേമിക്കണം എന്നല്ല, നീ വാട്സപ്പിലൂടെയാണ് നിന്റെ ഇണയെ തെരഞ്ഞെടുക്കേണ്ടതെന്നല്ല, ഫേസ്ബുക്ക് ആകട്ടെ നീ തെരഞ്ഞെടുക്കേണ്ട മാധ്യമം എന്നല്ല പുണ്യനബി പഠിപ്പിച്ചത്. അതിനൊക്കെ ഒരു മാതൃകല്ലേ, അതിനൊരു കഴിവടിയില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ച എന്താ? ജാഹിലിയ കാലത്ത് പോലും അതിനൊരു മാർഗം ഉണ്ടായിരുന്നു. ജാഹിലിയ കാലം ഒരു നിയമമില്ലാത്ത കാലമല്ലെന്ന്, ഒരു നിയമ സംവിധാനവും ഒരു നിയമസംഹിതയെയും ലോകം അംഗീകരിക്കാത്ത കാലം, അവനവന് തോന്നിയത് അവനവന്റെ മതമായിരുന്ന കാലം. അതാണല്ലോ അബൂജഹലിന്റെ നേതൃത്വം ഉണ്ടായിരുന്ന മക്കയുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നു നിയമം. ഒരു പെണ്ണിനെ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ പെണ്ണിനോട് നേരിട്ട് തന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറയലായിരുന്നില്ല. യാതൊരു നിയമ സംഹിതയുമില്ലാത്ത കാലഘട്ടത്തിൽ പോലും അതിനൊരു മര്യാദയുണ്ടായിരുന്നത് പെണ്ണിന്റെ പിതാക്കന്മാർ, പിതാമഹന്മാർ അവൾക്ക് വേണ്ടി അന്വേഷണം നടത്തും. ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഭർത്താവാൻ ആഗ്രഹിക്കുന്ന, വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന് വേണ്ടി പെണ്ണിനെ അന്വേഷണം നടത്തും ഈ ചെറുപ്പക്കാരന്റെ പിതാവ്. എന്നോ നമുക്കിടയിൽ ടെക്നോളജിയും, ഞാൻ നേരത്തെ പറഞ്ഞ മണിയില്ലേ, മണി പുണ്യനബി പറഞ്ഞില്ലേ, ലാ അഖ്ശാ അലൈക്കുമുൽ ഫഖർ, നിങ്ങൾക്ക് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, വലാകിൻ അഖ്ശാ അലൈക്കുമുൽ ഗിനാ, നിങ്ങളൊക്കെ സാമ്പത്തികമായി വരുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്തിന്റെ മതിലുകൾ നമുക്കിടയിൽ ഉയർന്നു വന്നപ്പോൾ സംഭവിച്ചതെന്താണ്? 6-ാം നൂറ്റാണ്ട് നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തുന്ന രീതിയിലല്ലേ നമുക്കിടയിലെ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു സ്നേഹബന്ധം സുദൃഢമാക്കണമെന്ന് പറഞ്ഞ ബന്ധമൊക്കെ നമ്മൾ പൊളിക്കുക. അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ രീതിയിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുകയാണ്, ഉണ്ടാക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഓളെ കണ്ടതെങ്ങനെ? ഇവനെപ്പോഴോ ഒന്ന് ഫേസ്ബുക്കിലൂടെ അങ്ങനെ സെർച്ച് ചെയ്ത് പോണ സമയത്ത് എന്തായാലും പറയല് ഒന്ന് കണ്ടത്. അപ്പൊ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ ആ പെണ്ണ് ചാറ്റ് ചെയ്യുന്നു, പെൺ തിരിച്ച് ചാറ്റ് ചെയ്തു. ചാറ്റിങ് നിലനിന്നു, ചാറ്റിങ് സ്നേഹബന്ധമായി. ആ സ്നേഹബന്ധം പിന്നെ കാണലിലായി. ഇവര് കാണുന്നതിന്റെ മുമ്പ് പോലും എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാണുന്നതിന് മുമ്പ് പോലും പൊന്നിനബി പറഞ്ഞത്, കല്യാണം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്ന പെണ്ണിനെ നീയൊന്ന് കണ്ടേ സ്നേഹബന്ധം രൂഢമൂലമാവാൻ അത് നന്നാവുമെന്നാണ്. കാണുന്നതിന് മുമ്പാണ് കല്യാണം കഴിക്കണം എന്ന് തീരുമാനിച്ചത് പോലും. നമുക്കിടയിലുള്ള ചില അർത്ഥങ്ങൾ പറയുകയാണ് ഞാൻ. അല്ലാഹുവേ, യഥാർത്ഥമായ സ്നേഹബന്ധം ഞങ്ങൾക്കിടയിൽ നീ രൂഢമൂലമാക്കി തരണേ അല്ലാ. എന്നിട്ടോ അങ്ങനൊക്കെ തീരുമാനിച്ചു. അവസാനം അവൻ പിടിവാശി മുറുകി. അവന്റെ ഭാര്യ, അവന്റെ ഉപ്പയോടും ഉമ്മയോടും ഞാൻ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കൂ എന്നവൻ വാശി പിടിച്ചു. പെണ്ണിന്റെ വാപ്പനോടും പോയിട്ട് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞാൻ കേട്ടൊരു ഇവരെന്താ, ഞാൻ ആളി നാടൊന്നും പറയില്ല, ആ ആളെന്നോട് പറഞ്ഞു, കുട്ടി അയാളൊരു വലിയ സ്നേഹബന്ധത്തിലാണ് ആ ചെറുപ്പക്കാരൻ. ഇയാളോട് പറഞ്ഞത്രേ, ഞാൻ എന്റെ കാരണോര മോളെ പ്രേമിക്കുന്നുണ്ട്. ഞാനെന്നെ ഓപ്പണായിട്ടാ പറഞ്ഞ, പണ്ടൊക്കെ വാക്ക് പറയാൻ പോലും മടിയല്ലേ. എന്നിട്ടോ കാരണവരോട് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്തി. കാരണവർ പറഞ്ഞ്, അങ്ക് ഞാൻ കെട്ടിച്ചരാ, പക്ഷെ എന്റെ പണി എന്താന്ന് പറയണം. പണി എന്താന്ന് പറയണെന്നാ, അങ്കൊരു ഞാനൊരു പെണ്ണിനെ കെട്ടിച്ചെടുക്കുമ്പോൾ എന്റെ കുടുംബക്കാരനോട് ചോദിക്കൂലേ, എന്താ ചങ്ങായിക്ക് ജോലി, നിന്റെ പണി എന്താന്ന് പറയണം. അപ്പൊ ഞാൻ ചോദിച്ചു, അവന് പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു പറഞ്ഞ ആളോട്. അപ്പൊ എന്നോട് ഓന് പണിയൊന്നുമില്ല, ഓന് റോഡളക്കണ പണിയാണ്. റോഡളക്കണ പണി എന്താ? മറ്റേ ഇതൊക്കെ നോക്കിയിട്ട് എന്താ അതിന് പറയല്, റോട്ടിലിങ്ങനെ വെച്ച് നോക്കുന്ന മറ്റേല്ലോ, എന്താ മറ്റേ ഫീൽഡ് വർക്കല്ല അവന്. അവൻ റോഡളക്കാൻ അവന് പണിയൊന്നുമില്ല. അവൻ രാവിലെ റോട്ടിൽ ഇറങ്ങിയാൽ വൈകുന്നേരം വരെ ആട്ടുകൊണ്ട് നടക്കല അവന്റെ പണിയും. കേട്ടോ, അതുകൊണ്ട് കല്യാണം ചെയ്തിരൂല എന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞത്രേ, ഇവരോട് വിളിച്ചു ചോദിക്കണത്രേ, ഉസ്താദിനോട്. ഉസ്താദ് എങ്ങനെ ഈ ഉസ്താദിനോടാ ചോദിക്കണം, അതാ രസം. എന്നോട് ഈ വിവരം പറഞ്ഞ ആളൊരു പണ്ഡിതനാണ്. ഇന്നല്ലേ നമ്മൾ കണ്ടേ, മെനിഞ്ഞാന്ന് കണ്ടു. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കണ്ടിരുന്നു. അവിടുന്ന് കിട്ടിയ പുതിയൊരു വിവരം. ഇവൻ ആ ഉസ്താദിനോട് വിളിച്ചിട്ട് ചോദിക്കാണ്, ഉസ്താദെ, ഞാൻ ആ പെണ്ണിനെ ചാടിച്ചു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നുണ്ട്, എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്കാഹ് ചെയ്യും, നിങ്ങളൊന്ന് സാക്ഷിയാവാൻ വരുമോ? ആരോടാ ചോദിക്കണേ? ഉസ്താദിനോട്. നിങ്ങൾ ആലോചിക്കണം, എവിടെ എത്തി കാര്യം? ഉസ്താദിനോട് ചോദിക്കണം, നിങ്ങൾ സാക്ഷിയാവാൻ വരുമോ? സ്നേഹബന്ധങ്ങൾ നിരർത്ഥകമാവുകയാണ്. അള്ളാഹു പറഞ്ഞ ബന്ധങ്ങളെല്ലാം മുറിച്ചു മാറ്റുകയും അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ രീതിയിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. എങ്ങനെ ഇതിലൂടെ? ഇപ്പൊ അടുത്തൊരു കേസ് ഞാൻ കേട്ടു. ഒരു ബന്ധമുണ്ടായി, വാപ്പനെ അവസാനം നിർബന്ധിച്ചു. ആ പറഞ്ഞു, കല്യാണം ചെയ്തേക്കട ഹംക്കെ എന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെയുള്ള ദേഷ്യം തയ്യാറായി. നിശ്ചയമൊക്കെ കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞില്ല. എന്റെ മുമ്പേ ഇവര് ഫോണിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെയാണ് ഇവരെ ചാറ്റിങ്ങും സംസാരവും ഫോട്ടോ അയക്കലൊക്കെ. അങ്ങനെ
ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഇവരുടെ മൊബൈലിൽ നിന്നൊരു മെസ്സേജ്, ഇവൻ എന്തേ, ഞാൻ നിന്നെ വെറുക്കുന്നു, ആകാശത്തിന് ചുവട്ടിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവനാണ് നീ. അതോടുകൂടെ ഇവന് മെന്റലായി, അതോടുകൂടെ മാനസികമായി നിലതെറ്റി, കുടുംബങ്ങൾ തമ്മിൽ തർക്കത്തിലായി. എന്തേ കാരണം? ഓരോ സ്നേഹവും എങ്ങനെ നാം എടുക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിടയിൽ ഉയർന്നു വന്ന ഏതോ മതിൽക്കെട്ടുകൾ ആ സ്നേഹത്തിന്റെ അർത്ഥതലങ്ങളെ തകർത്തിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഥാർത്ഥ സ്നേഹബന്ധമാക്കി തരട്ടെ. അല്ലാഹുവേ, നീ യഥാർത്ഥ സ്നേഹബന്ധം ഞങ്ങൾക്കിടയിൽ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു വിഷയത്തിലേക്ക്, വിഷയത്തിന്റെ അകക്കാമ്പായ ഈ 10 വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാനിപ്പോ ഇത്രയും പറഞ്ഞെന്താ, വിഷയം എന്താണെന്നപ്പോ ഈ പറഞ്ഞേ, ഇതൊക്കെ കടന്നുപോയിട്ട് സംസാരിക്കണം നമ്മൾ. ഏഴേ സമയം. ഒന്ന് നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനോടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. രണ്ടാമത് നമ്മൾ പറയേണ്ടത് മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. മൂന്നാമതായി നമ്മൾ പറയേണ്ടത് യതീമുകളോടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ്. നാലാമതായി പാവങ്ങളോടുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച്. അഞ്ചാമതായി കുടുംബക്കാരനായ അയൽവാസിയോട്. ആറാമതായി കുടുംബക്കാരനല്ലാത്ത അയൽവാസിയോട്. ഏഴാമതായി നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ കാണിക്കേണ്ട സ്നേഹബന്ധം. ഏത് രീതിയിലുള്ള സ്നേഹബന്ധം? സുഹൃത്തും നമ്മൾ വേണ്ടേ? ഇവനൊരു സിസർ, ഇവനൊരു മറ്റേ എന്താ ഏറ്റവും നല്ല ഫിൽറ്റർ, ഇവനൊരു ഫിൽറ്റർ വാങ്ങുമ്പോ മറ്റൊന്നൊരു ഫിൽറ്റർ കൂടി വാങ്ങാം. അതാണോ ആ സ്നേഹബന്ധം? ഇവൻ ഒരു ഇവിടെ വെക്കുന്ന ഒരു സാധനമില്ലേ, എന്താ പറയല്, ഹൻസ്. ഇവനൊരു ഹൻസ് വാങ്ങാണ്. ആ സമയത്ത് തന്റെ സഹോദരനായ, തന്റെ സുഹൃത്തായ, തന്റെ ആത്മമിത്രമായ സഹോദരന് വേണ്ടിയും ഒരു ഹൻസ് വാങ്ങലാണോ സൗഹൃദ ബന്ധം? ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഉയരുന്ന മതിലുകളും അകലുന്ന ബന്ധങ്ങളും ഏതാ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ബന്ധം പഠിപ്പിച്ചിട്ടുള്ളത് പറയണം നമ്മൾ. സഹയാത്രികനോടുള്ള, എട്ടാമതായി സഹയാത്രികനോടുള്ള ബന്ധം പറയണം നമ്മൾ. അതേപോലെ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടുണ്ടാകേണ്ട സ്നേഹബന്ധം. വമാ മലകത് അയ്മാനുകും, നിങ്ങളുടെ കീഴിലുള്ള ആളുകളോട് നിങ്ങൾ കാണിക്കേണ്ട സ്നേഹബന്ധം. മുതലാളി തൊഴിലാളിയോട് കാണിക്കേണ്ട സ്നേഹബന്ധം എങ്ങനെ പറയണം? മുതലാളിക്ക് പൈസ എങ്ങനെ? ഞാൻ അങ്ങനെ ഒരിക്കൽ ഓർക്കാണ്, ആന്ധ്രാപ്രദേശിൽ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന ആയിട്ടില്ലേ അക്കാഡമി, എല്ലാ കൊല്ലവും പരിശുദ്ധമായ റമദാനിൽ അതിന്റെ മക്കളെ, ദാർഹുദായുടെ മക്കളെ ദഅവത്തിന് വേണ്ടി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. ഞാൻ ആ കൊല്ലം എത്തിച്ചേർന്നത് ആന്ധ്രാപ്രദേശിലായിരുന്നു. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എനിക്ക് കിട്ടിയ ചാർജ്. എന്റെ കൂടെ മറ്റൊരു സഹോദരനുമുണ്ട്, സുഹൃത്ത്. അവിടെയുണ്ട് മലപ്പുറം ജില്ലയിലെ താനാളൂരിൽ അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു തുണിക്കച്ചവടം ഉണ്ട്. അവിടെ ഒരു തുണിക്കച്ചവടം. ഇയാളത് തുടങ്ങിയത് എങ്ങനെ അറിയോ? പണ്ട് നാട് വിട്ടുപോയതാണ്. അങ്ങനെയാണല്ലോ ചില ആൾക്കാർക്ക്. അങ്ങനെ അള്ള തോന്നിച്ചോണ്ടാണ് എന്തായത്, ചില ആൾക്കാർ ഉഷാറായി. കൊല്ലങ്ങട് ഉഷാറായപ്പോ പിന്നെന്തായി, ആ നാട്ടിലെ ദീനും മദ്രസയും പള്ളിയും സ്ഥാപനങ്ങളൊക്കെ ഉഷാറായി. അള്ളാഹു ചിലതിനെ നിമിത്തമാക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇത്ര കാലം പാറക്കടവിൽ ഒരു ഇസ്ലാം സെന്റർ വേണമെന്ന് നിങ്ങളൊന്നും തലമണ്ടയിൽ തോന്നാതിരുന്ന എന്താ? ഇനി അള്ളാഹു ചില കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടത്താൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളെ തലമണ്ടേക്ക് അള്ളാഹു തോന്നിച്ചെന്നതാണ്. ഈ പറഞ്ഞ ആൾക്കാരും നമ്മളൊക്കെ നേരത്തെ ഇവിടെ ഇല്ലേ? അള്ളാഹു ചിലതിന് ചില സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ഞാൻ ഓർക്കുന്നു, മദനപ്പള്ളിയിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലും കടയിലുമായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അബ്ദുള്ള ഹാജി എന്ന അയാൾ പറയാം. ഒരു ദിവസം അദ്ദേഹം കച്ചവടം തുടങ്ങിയത് ആദ്യം എങ്ങനെയാണ്? ആദ്യം അവിടെ പോയിട്ട് ഏതോ ഹോട്ടലിലൊക്കെ നിന്നു. ഹോട്ടലിൽ നിന്ന് പിന്നെ മേശ തുടക്കലാ തുടങ്ങിയത്. ഗ്ലാസ് കഴുകാൻ മേശ തുടക്ക ഇമെന്നാ തുടങ്ങിയത്. അത് പിന്നെ തുടങ്ങി പിന്നെ വസ്ത്ര കച്ചവടം തുടങ്ങി. ഇങ്ങനെ വണ്ടിയിൽ വസ്ത്രാക്കി ഇങ്ങനെ കൊണ്ടുപോയിട്ട് വിറ്റ് ചെറിയൊരു കട തുടങ്ങി. അത് പിന്നെ വലുതായതാണ്. ഈ മമ്പുറം മഖാമിന്റെ ആണ്ടു നേർച്ചക്ക് പോയപ്പോഴും അദ്ദേഹത്തെ കണ്ടു. അവിടെ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴും ഓർത്തത്, ഒരു മാസത്തോളം സ്നേഹനിധിയായ പിതാവിനെ പോലെ ഭക്ഷണം തന്ന അബ്ദുള്ള ഹാജിയെയാണ്. ഭയങ്കര സ്വന്തം മക്കളെ പോലെയാണ് ഒരു മാസം സ്നേഹിച്ചു വളർത്തിയത്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. എന്റെ അടുത്ത് വന്ന് കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, അറിയോ? ഞാൻ പറഞ്ഞു, അബ്ദുള്ളാജി എങ്ങനെ അറിയാതിരിക്കും, ഒരു മാസം നിങ്ങളുടെ ഭക്ഷണമല്ലേ കഴിച്ച് ജീവിച്ചത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു.
ആ അബ്ദുള്ള ഹാജി ആ കൊല്ലം റമദാനിന് തൊഴിലാളികൾക്കൊക്കെ ഭയങ്കര സന്തോഷരീസം. ഞാൻ അദ്ദേഹത്തോട് ഞാൻ കടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് തൊഴിലാളികളോട് ചോദിക്കും, ക്യാ ബൈജാൻ അബ്ദുള്ള ഹാജി കൈസേ, അബ്ദുള്ള ഹാജി എങ്ങനെയൊക്കെ ചോദിക്കും. ഉറുദു സംസാരിച്ച് പഠിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ പറഞ്ഞേക്കണത്. അപ്പൊ ഞങ്ങൾ ഇവരൊക്കെ കണ്ടു ചോദിക്കും. അപ്പൊ ചോദിച്ചു കൈസാഹ ഇങ്ങനെ, പിന്നെ അബ്ദുള്ള ഹാജി എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ പറയും അച്ഛാദിനെ. അന്ന് എന്നോട് പറഞ്ഞു, ഈ കൊല്ലം കച്ചവടം, ഷോപ്പിന്റെ കച്ചവടം 3 ലക്ഷം കവിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ, തൊഴിലാളികൾക്കൊക്കെ അതിന്റെ വിഹിതം തന്നു. സാധാരണ 2 ലക്ഷം 2.5 ലക്ഷമാണ് ഷോപ്പിൽ കച്ചവടം നടക്കാറുള്ളത്. ഈ കൊല്ലത്തെ റമദാനിൽ 3 ലക്ഷം കവിഞ്ഞു ഒരു ദിവസത്തെ കച്ചവടം. ആ സന്തോഷം ഒരു പങ്കുവെക്കുക. എല്ലാ തൊഴിലാളികളും വിളിച്ചു. അന്ന് സ്പെഷ്യൽ ഭക്ഷണം, സാധാരണ നോമ്പറക്കണ ഒരു ഭക്ഷണമില്ല. അപ്പൊ ഞാൻ ചോദിച്ചതാ, ഇവരെല്ലാരും കൂടി കാട്ടിക്കൂടലും കളിയൊക്കെ കൂടി കണ്ടപ്പോ ഇവർക്ക് നിലത്തും അല്ല ആകാശത്തിലും അല്ല, ആര് തൊഴിലാളികൾ. അത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞതാണ്, ആജ് ഹമാരാ അബ്ദുള്ള ഹാജിനെ ഹംകോ പൈസ ദിയാ. എല്ലാ ആൾക്കാർക്കും 500, 1000 ഓല കാറ്റഗറി അനുസരിച്ചാ കൊടുത്ത്. സന്തോഷമാണ്. അടിമകളോടും നിങ്ങൾ കാണിക്കേണ്ട സ്നേഹബന്ധം. അടിമ സമ്പ്രദായമില്ല. അടിമകൾ എന്ന് പറഞ്ഞാൽ യജമാനന്റെ കീഴിലുള്ള ആളുകളാണ്. അപ്പോ ഒരാൾ അയാളുടെ കീഴിലുള്ള ആളുകളോട് കാണിക്കേണ്ട സ്നേഹബന്ധം എന്താണ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്നോരോന്നും പറയേണ്ടതാണ്. ഞാൻ അതിൽ അതിപ്രധാനമായ ഒന്നിലേക്കൊന്ന് ചെറുങ്ങനെ സൂചിപ്പിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. യാസീനത് ദ്വാരക്കും അള്ളാഹു നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ഇന്നലെ ഈ 6 ദിവസത്തെ വാളിന്റെ ഉദ്ഘാടനമായിരുന്നു. ഇന്ന് നമ്മൾ 5 ദിവസത്തെ പരിപാടിയിലൊക്കെ കാരണം ഉദ്ഘാടനമാകുമ്പോൾ കുറച്ചേ പറയാം. പക്ഷേ നാളെ മറ്റന്നാൾ നമുക്ക് അമ്മയോട് പറയാനുണ്ടല്ലോ. 1, 2 ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നാട്ടിലേക്കൊന്ന് തിരിച്ചു പോകേണ്ടിയിട്ട്. മോന് വന്നാണ് വ്യാഴാഴ്ച മുതലേ വന്നിട്ട് വിളി തുടങ്ങി. ലീവിന് നാട്ടിൽ വന്നിട്ടേ അങ്ങനെ വിളിക്കുന്നുണ്ട്. ഇടക്കിടക്ക് മിസ് കാണാം. അപ്പൊ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ ഭാര്യ വിളിച്ചതെന്ന് കരുതി ഞാൻ വിളിക്കുക. ഞാൻ ചോദിച്ചു എന്തിനാ വിളിച്ചേ? അത് ഞാനല്ല, ഓനാവുന്നത്. അവനിങ്ങനെ മിസ്സടിക്കുക ഇടക്കിടക്ക്. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒന്ന്, നാളെ എന്തൊന്ന് പോയാൽ 1 മണിക്കൊക്കെ അടുത്തും. അതുപോലെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാലും അടുത്ത് പോയിട്ടെങ്കിലും ഇങ്ങനെ നോക്കിയിട്ട് കിടക്കാലോ. നമ്മളെ വാപ്പാരൊക്കെ, ഞാൻ എപ്പോഴാണ് നമ്മുടെ വാപ്പ നമ്മളോട് കാണിച്ച സ്നേഹം നമ്മൾ മനസ്സിലാക്കണത്. അല്ലെ, എന്റെ വാപ്പാക്ക് പണി എന്തായെന്ന് ചോദിച്ചാൽ, എന്റെ വാപ്പ ഈ കോഴിക്കോട്ടേക്ക് ചരക്ക് കയറ്റലായിരുന്നു പിതാവിന്റെ പണി. തോണിയിൽ, അന്ന് ലോറിയൊന്നുമില്ലല്ലോ, ലോറിയിൽ ചരക്ക് കയറ്റും കോഴിക്കോട്ടേക്ക്. തിരിച്ചു കോഴിക്കോട്ട് നിന്ന് കടകളിലേക്കും ആളുകൾക്കും ആവശ്യമുള്ള സാധനം തിരിച്ചു കോഴിക്കോട്ട് നിന്ന് നാട്ടിലേക്കും കയറ്റും. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബക്കറ്റിന്റെ പ്രത്യേകത എന്താ പറയുക? നമ്മൾ എന്താണ് ഉടനെ പുറത്തുനിന്ന് കാണുന്നത്. അപ്പൊ അള്ള മാത്രല്ല കാണാൻ, അടുത്തിരിക്കണേ ആൾക്കാരും കാണും. അടുത്തിരിക്കുന്ന ആള് കാണുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇടരുതട്ടോ. അള്ള കാണുന്നുണ്ട്, അടുത്ത ആള് കണ്ടാലും കണ്ടില്ലെങ്കിലും. എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഈ ബക്കറ്റ് ഏൽപ്പിക്കാം. നല്ലൊരു രാവാണ്. നിങ്ങളെല്ലാവരും ഒരു 1000, 500, 5000 ഒക്കെ ഇതിലിട്ടാലേ നമ്മൾ പരിപാടിന്റെ ചെലവ് അങ്ങനെ അവിടെ ഒത്തുപോകും. നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മളെ ബിൽഡിങ്ങിന്റെ വാർപ്പ് നടക്കാനുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെയ്യുന്ന സദഖകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ വാപ്പാക്ക് പണിയതായിരുന്നു. ഞാൻ ഓർക്കുന്നു, പല രാവുകളും നമ്മളോടൊപ്പം ഉണ്ടാകാറില്ല. നമ്മുടെ വിഷയം തന്നെയാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കണം. വാപ്പാക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട സ്നേഹം എന്താണ്? ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, വാപ്പ പലപ്പോഴും ഞങ്ങൾ കാണാറില്ല രാത്രി. കാരണം 1.5 ദിവസത്തോളം പുഴയിലൂടെ തോണി കുത്തിയിട്ടും തൊഴിഞ്ഞിട്ടും പോകണം കോഴിക്കോട്ടേക്ക്. തിരിച്ചും അങ്ങനെ തന്നെ 3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഉപ്പ വീട്ടിൽ വരിക. ഞങ്ങൾ മക്കൾ കാണുക വിരളമാണ്. ചിലപ്പോൾ രാത്രിയൊക്കെ കയറി വരിക. രാത്രി വന്നാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉപ്പമാരൊക്കെ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. ചില സമയം രാത്രി 1 മണിക്കും 2 മണിക്കും ഞാൻ വീട്ടിലെത്തിയാൽ രാവിലെ വീട്ടിൽ നിന്ന് തിരിച്ചു പോരണമെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ തന്നെ ചെയ്തത് ഞാൻ ഓർത്തു പോവുകയാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ ചെന്നിട്ട് തൊട്ടിലിന്റെ 2 കാലുകളും പിടിച്ചിങ്ങനെ വിടത്തിയിട്ട് മകളുടെ മുഖത്തേക്ക് നോക്കിയത് ഞാൻ ഓർക്കുന്നു. നമ്മൾ പലപ്പോഴും ചെയ്തിട്ടില്ലേ അത്? ചിന്തിക്കേണ്ട സഹോദര, നമ്മുടെ കാര്യത്തിൽ ആ സ്നേഹം കാണിച്ച നമ്മുടെ പിതാവാണ്, നമ്മുടെ മാതാവാണ്. എത്രയെത്ര സ്നേഹങ്ങളുടെ ചുംബനം, എത്രയെത്ര സ്നേഹങ്ങളുടെ നോട്ടം. അതിനു പകരം തിരിച്ചവർക്ക് സ്നേഹം കൊടുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് മതിൽകെട്ടുകളും ആ സ്നേഹബന്ധം അകന്നു പോകാൻ കാരണമാകരുത്. ആ സ്നേഹബന്ധം അകന്നു പോകാൻ കാരണമാകരുത്. സാമ്പത്തികമായ അടിത്തറയിലാകരുത് വാപ്പയോടുള്ള സ്നേഹം, ഉമ്മയോടുള്ള സ്നേഹം സാമ്പത്തികമായ അടിത്തറയിലാവരുത്. ഞാൻ ഇന്നും ഒരു കേസ് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ വേദിയിലേക്ക് വരുന്നത്. കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ വലിയ ആളാണോ? അല്ല. ഒരു മഹല്ലത്തിന്റെ ചുമതലയുണ്ടെന്ന നിലക്ക് അത്തരത്തിലുള്ള പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ വരമല്ല. ഒരുപക്ഷേ നമ്മൾ കഴിവ് കുറഞ്ഞവരാവാം, അത് പരിഹരിക്കാൻ കഴിയാത്തവരാവാം. എന്താ പ്രശ്നം? കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നം. അവസാനം കിടക്കുന്ന പിതാവിന്, മരിച്ചുപോയ പിതാവിന് സ്വൈര്യമില്ല. ജീവിച്ചിരിക്കെ വിവാഹത്തോടനുബന്ധമായി 1.5 ഏക്കറയോളം സ്ഥലം മകൾക്ക് കൊടുത്തിട്ടുണ്ട്. 2 പെൺമക്കൾക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ആകെയുള്ള 1.5 ഏക്കർ സ്ഥലമാണ്. ആൺമക്കൾ ബാക്കിയുണ്ട്. വാപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്രേ, പെൺമക്കളെ ഇനി നിങ്ങൾ ചോദിക്കരുത്, എന്റെ 5 ആൺമക്കൾക്കും കൊടുക്കാനുള്ളതാണ്, എന്റെ ആൺമക്കൾക്ക് കൊടുക്കാനുള്ളതാണ് ഇതെന്ന് വാപ്പ പറഞ്ഞ് മരിച്ചുപോയിരിക്കുകയാണ്. പക്ഷേ മക്കൾ വാശി പിടിക്കുന്നു, ഇല്ല, ആ തന്നത് ഞങ്ങൾ കൂട്ടില്ല, ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വേണം. ഉമ്മയും മക്കളും തമ്മിൽ ബന്ധം അകന്നു പോകുമ്പോ അതിന്റെ കാരണം സാമ്പത്തികമാണ്, സ്വത്താണ്. ഹബീബായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതൊക്കെ സത്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, സമ്പത്തിന്റെ വർധനവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്നെ പല ആൾക്കാരും ഗൾഫിക്ക് വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, അങ്ങോട്ട് പോരി, നല്ല ശമ്പളമുള്ള ജോലി ഉണ്ട്. എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഭയങ്കര ശമ്പളത്തിനായി ജോലി ചെയ്യണം. 2 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷമൊക്കെ ഇന്ത്യൻ പൈസക്കാണ് ശമ്പളം ചെയ്യണം, ജോലി ചെയ്യണം. നല്ല നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്നു. എന്നോട് മറ്റൊരിക്കൽ വേറൊരുത്തം പറഞ്ഞില്ലേ, സംഘളത്തിന് കഷ്ടപ്പെട്ട് നമ്മളെ കൂടെ കൂടിക്കൂടി. ഞാൻ എന്താ റിയൽ എസ്റ്റേറ്റ് കൂടിക്കൂടി. ഞാനപ്പോ എന്നോട് പറഞ്ഞു, എനിക്കടാ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു ABCD എനിക്ക് അറിയില്ലല്ലോ എന്നാണ്. എന്നോട് ചോദിച്ചത് അതിന് ഒരു ABCD അറിയണ്ടായിരുന്നു, ഒരു ABC. അപ്പൊ ഞാൻ ചോദിച്ചു, കച്ചവടം ചെയ്യണേ 2 കൂട്ടരി അടുപ്പിക്കാനൊക്കെ പറ്റാവുന്ന വർത്താനൊക്കെ പറയണ്ടേന്ന് വെച്ചു. ഒന്നും വേണ്ട, നിങ്ങൾ നമ്മളെ കൂടെ വന്നാൽ മതി എന്ന്. ഞാൻ ചോദിച്ചെന്താ? എന്നോട് നിങ്ങൾ നമ്മളെ കൂടെ വരിക, നിങ്ങളൊന്നും ചെയ്യണ്ട, നമ്മൾ പറയും ഒരു കസാലിട്ട് കാടി ഇരുന്നാൽ മതി, ഒരു കസാലിട്ട് കാടി ഇരുന്നാൽ മതി. എന്നിട്ടോ കച്ചവടമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പറയുക ഇതിന്റെ ബ്രോ ആണായിരിക്കുന്നത്, മൂപ്പർക്ക് 2% അല്ലെ 3% കൊടുക്കണം നിങ്ങൾ പറയും. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ നടത്തുന്ന കച്ചവടമൊന്നും ചെറിയ കച്ചവടമൊന്നും അല്ല, കോടികളുടെ കച്ചവടം. കൊല്ലത്തിൽ ഒരു കച്ചവടം നടക്കാൻ നിങ്ങൾ വരുന്നാൽ മതി, നങ്ങൾക്കും സുഖം, തൊട്ടൊക്കെ പിന്നെയും തൊടലാം. അങ്ങനെ ഞാനൊരിക്കൽ വണ്ടിക്ക് പോണ സമയത്ത് ഞാനറിയില്ല, അയാള് കച്ചവടം ഏതോ വലിയൊരു പറമ്പ് കച്ചവടം ചെയ്യാനിരിക്കുന്നുണ്ടെന്ന് പിന്നെ ഞാൻ വിവരം അറിഞ്ഞത്. അയാൾ എന്തോ ഒരു ആവശ്യത്തിന്, എന്താ വീട്ടില് എന്തോ ഒരു ആവശ്യത്തിന് അയാളെന്നെ കൂട്ടി പോവാ. ഇത് വേറൊരുത്തൻ കണ്ടാണ്. അപ്പൊ അയാൾ മനസ്സിലാക്കി എന്താ, മുസ്ലിയാക്കന്മാരും റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന കാലമാണ്. അപ്പൊ അയാൾ മനസ്സിലാക്കി ഞാനും കച്ചവടം ചെയ്യാൻ പോവാണ്. എന്നിട്ട് വണ്ടിയൊക്കെ നിർത്തി സലാമൊക്കെ ചൊല്ലി വിശേഷമൊക്കെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇന്നൊന്നിങ്ങനെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നിങ്ങളെ തൊട്ടുന്നിട്ട് പറഞ്ഞു. എനിക്കിത് തിരിഞ്ഞിട്ടില്ലട്ടോ, എന്താ ഇയാൾ എന്നെ തൊടുന്നു ഈ ആ സമയത്ത്? തൊട്ടു എന്ന് പറഞ്ഞത് എന്താണ്, അവൻ തിരിഞ്ഞില്ല എനിക്ക്. അങ്ങനെ വണ്ടിയൊക്കെ പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ മൂപ്പര് പറഞ്ഞ് തിരിഞ്ഞോന്ന് വെച്ചു, വണ്ടി കുന്നെ കൊണ്ടുപോകണല്ലോ. ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, മൂപ്പര് നിങ്ങളെ തൊട്ടുന്നത് പറഞ്ഞാലേ മൂപ്പരൽപ്പം മനസ്സിലാക്കിയത് നിങ്ങളെ ഞാൻ ഏതോ കച്ചവടം ചെയ്യാൻ കൊണ്ടുപോയിരിക്കും, അല്ലേ മറ്റാളോട് പറയിപ്പിക്കാൻ കൊണ്ടുപോകുമെന്ന് കരുതിയിട്ടാവും. ഒരു സ്ഥലം കച്ചവടം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ. അപ്പൊ ആ വിവരം മൂപ്പർക്ക് അറിയാം. കച്ചവടം തൊട്ടിണെന്ന് പറഞ്ഞാല് മതി, ആ കച്ചവടം നടന്നാൽ അതിന്റെ ഒരു കമ്മീഷൻ, സ്നേഹബന്ധം. നിങ്ങൾ ചിന്തിച്ചു, എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ കരൽ മാന്തി പറിക്കാൻ കഴിയും? അതാണ് മനുഷ്യന്റെ സ്വഭാവം, ഇതാണ് മനുഷ്യന്റെ സ്വപ്നം. ഏതൊരു സ്നേഹബന്ധം പോയില്ലേ? ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഏതൊരു കാര്യം ഒരാൾ നടത്തുകയാണെങ്കിൽ ഉടനെ ചോദിക്കാൻ എന്റെ കമ്മീഷൻ എന്താണ്? ഉടനെ ചോദിക്കുക അതിന്റെ കമ്മീഷൻ എന്താണ്? ഉപകാരമില്ലല്ലോ. ഈ സ്നേഹബന്ധം പണം കൊണ്ടറ്റുപോയിരിക്കുകയാണ് അല്ലേ? കമ്മീഷൻ, പിന്നെ കമ്മീഷന്റെ കമ്മീഷൻ വേറെ. അല്ലാഹുവേ റഹ്മർ. ഒരാള് കുടുങ്ങിയതാ. അതാ ഇപ്പൊ എന്റെ കുടുംബത്തിൽ അനുഭവമുണ്ട്. മലപ്പുറം ജില്ലയിൽ ആ സ്ഥലമുള്ളത് കോഴിക്കോട്. എന്റെ കുടുംബത്തിൽ മോളെ കല്യാണം കഴിഞ്ഞു, 8 മാസമായി.
സ്വർണമെടുത്ത കടക്കാരനോട് പറഞ്ഞത്, പെട്ടെന്നാണ് കല്യാണം ശരിയായത്, അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥലമുണ്ട്, ആ സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ തരും പൈസ എന്ന് പറഞ്ഞിട്ട് സ്വർണം വാങ്ങിയതാണ്. ഇന്ന് വരെ ആ ഭൂമി കച്ചവടം ചെയ്തിട്ടില്ല. എന്തേ കാരണം? കച്ചവടം ചെയ്യാൻ ആ ഭൂമിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ സമ്മതിക്കുന്നില്ല. ഓൽക്ക് വേണം ഈ ഭൂമി, ഓല ആ പണം കൊടുക്കാൻ തയ്യാറില്ല. ഈ ഭൂമിയുടെ തൊട്ടടുത്ത ഭൂമി വലിയ പൈസക്ക് കച്ചവടം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ. ആ പൈസ കിട്ടണമെന്ന് പറഞ്ഞിട്ട് പോലെ കൊടുക്കാൻ തയ്യാറില്ല. ആരൊക്കെ ഈ സ്ഥലം നോക്കാൻ വരുന്നോ ഓരോടൊക്കെ പറയും, ഇവിടെ വെള്ളം കിട്ടാത്ത ഭൂമി ഞങ്ങൾ വാങ്ങണേ, അത്രേ പറയും. എന്തായാലും വരുന്നവരൊക്കെ അന്വേഷിക്കല്ലോ അതിന്റെ അയൽപക്കത്തുള്ള ആളുകൾ ഏതാണ്. ലാ തഹാസദൂ, ശ്രദ്ധിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റകച്ചല്ലോ സ്വലാത്ത് നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് തന്റെ വഫാത്തിന് മുമ്പായി മുസ്ലിം ഉമ്മത്തിന്റെ ഖൽബുകൾക്കിടയിലുണ്ടാവേണ്ട സ്നേഹം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു പോയല്ലോ. പുണ്യ നബി പറഞ്ഞു, ലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തനാജസൂ, നിങ്ങൾ പരസ്പരം നജസ് കച്ചവടം ചെയ്യരുത്. വലാ തബാഗളൂ, നിങ്ങൾ പരസ്പരം കോപിക്കരുത്. വലാ യബീബഅലുകും വലാ ബൈബൽ, ഒരുത്തൻ ചെയ്ത കച്ചവടത്തിന്റെ മേൽ മറ്റൊരാൾ കച്ചവടം ചെയ്യാനും പാടില്ല. സ്നേഹബന്ധമാണ് പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം പഠിപ്പിക്കുകയാണ് ആര്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ, ഒരാളെ ഇറച്ചും തൊലിയും മാത്രമല്ല, എല്ലുമ്മലുണ്ടാവില്ല കുറച്ച് ഇറച്ചി. പിന്നെ ഈ ഇറച്ചി ഇങ്ങോട്ട് ചുരണ്ടി എടുത്താൽ പിന്നെ എല്ലുമ്മൽ ഇറച്ചി കണ്ടോ നിങ്ങളുടെ ഇറച്ചിക്കടയിൽ പോയി നോക്കണ്ടേ? ഇറച്ചിക്കട പോയാൽ വിവരറിയാം. ഇറച്ചി അറുത്തിട്ട് പോത്തിനെങ്ങനെ കെട്ടി കയ്യും കാലും കെട്ടിത്തൂട്ടി ഇറച്ചി ഇങ്ങനെ ഇട്ടുന്ന സമയത്ത് പിന്നെ കാണൂലേ ഈ ഇതൊക്കെ ഇറച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം പിന്നെ എല്ലുമ്മൽ കുറച്ചേരം അത് കാണാൻ ചില ആൾക്കാർ ചുരണ്ടണം. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെപ്പോലെ ഒരു സഹോദരനാണ്. മുസ്ലിമും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം എങ്ങനെയാവണം? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ലാ യുമിനു അഹദുകും, നിങ്ങളിൽ നിന്നൊരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല, അല്ലാഹുവിലുള്ള യഥാർത്ഥമായ ഈമാൻ കൈകൊണ്ടവരാവുകയില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തന്റെ സഹോദരന്റെ ഇഷ്ടം തന്റെ ഇഷ്ടമാകുന്നവരെ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. മുസ്ലിമും തമ്മിലുണ്ടായ സ്നേഹബന്ധം അങ്ങനെ. തൊട്ടടുത്ത അയൽവാസിയുടെ മകളും എന്റെ മകളും ഒരുമിച്ച് പഠിച്ചതാണ്. നിങ്ങളങ്ങനെ മനസ്സിലാക്കിയോളി. ഇങ്ങോട്ട് ചൂണ്ടലാണോ നല്ലേ? എന്റെ മകളും അയൽവാസിയുടെ മകളും ഒരുമിച്ച് പഠിച്ചതാണ്. രണ്ടുപേരും +2 കഴിഞ്ഞതാണ്. അയൽവാസിയുടെ മകൾക്ക് വിവാഹാന്വേഷണം നടത്തുന്നത് എഞ്ചിനീയറാണ്. എന്റെ മകൾക്ക് വിവാഹാന്വേഷണം നടത്തുന്ന ഒരു സെയിൽസ്മാനാണ്. അപ്പൊ എന്റെ കൽബിൽ ഇങ്ങനെ തോന്നുക, എന്റെ കുട്ടി ആ കുട്ടിയും തമ്മിൽ കാണാൻ ചുരുക്കം എന്റെ കുട്ടിയാണ്. കുറച്ചുകൂടെ ആ കുട്ടിയാണെങ്കിൽ പഠിക്കണ സമയത്ത് മണ്ടത്തിയ, പിന്നെയും കുറച്ച് പഠിക്കാൻ ഉഷാർ എന്റെ കുട്ടിയെന്ന്. ഓക്ക് ഭർത്താവായ എഞ്ചിനീയർ കിട്ടുകയോ? എന്റെ കൽബിൽ അസൂയ നാമ്പെടുത്തു തുടങ്ങി. അന്വേഷണത്തിനായി വരുമ്പോൾ ഒന്നും പറഞ്ഞില്ല. അന്വേഷിച്ചു വന്നപ്പോ അയൽപക്കത്തെ വീട്ടിലൊക്കെ വരല്ലോ. ആ വീട്ടുകാരെങ്ങനെയാന്ന് ചോദിക്കുമ്പോ ആ വീട്ടുകാരെങ്ങനെ വെച്ചപ്പോ പറഞ്ഞെന്താ, ആലോചിച്ച് ചെയ്തോളീന്നാണ്. വേറൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞേ? ഉണ്ടല്ലേ? എന്താ പറഞ്ഞേ? ആലോചിച്ച് ചെയ്തോളി. അതിനിപ്പോ കുഴപ്പമുണ്ടാവും. ഇയാൾ ചോദിക്കാം, ഞാൻ പറഞ്ഞിടത്ത് എന്താ കുഴപ്പം? എന്തേ പറഞ്ഞ്? ആലോചിച്ച് ചെയ്തോളി. ഏതൊരു കാര്യം ആലോചിച്ചിട്ടല്ല ചെയ്യേണ്ടത്. അല്ലാഹ് പോലും ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുമ്പോ മലക്കുകളോട് കൂടിയാലോചന നടത്തിയെന്നാണ്. അയാളെ മസാല എത്ര ഉഷാറ. അയാൾ പറഞ്ഞതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞ ആൾക്ക് മനസ്സിലായി. ആലോചിച്ച് നടത്തൂല, പിന്നെ അയാൾ ആലോചിക്കൂല. നടത്താതിരിക്കാൻ പറഞ്ഞ വർത്താനാണ്. പിന്നെ അയാൾ എങ്ങനെ ആലോചിക്കാൻ? നിങ്ങൾ ചിന്തിക്കണം. അസൂയ നാമ്പെടുത്തു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിൻ യഥാർത്ഥ മുഅ്മിനാകുന്നത് തന്നിന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം തന്റെ സഹോദരന്റെയും ഇഷ്ടമാകുന്നവരെ യഥാർത്ഥ മുഅ്മിനല്ല അവനെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയതല്ലേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് അതാ വിശന്നൊട്ടിയ വയറുമായി ഒരാൾ കടന്നു വരുന്നു. ഒരു സ്വഹാബി കടന്നു വരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി, ബന്ധനസ്ഥനായിരുന്നു ആ സഹോദരൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്കാണ് കയറി വന്നത്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ മുഹമ്മദേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, വെള്ളം കിട്ടിയിട്ട് ദിവസങ്ങളായി, എനിക്ക് വല്ലതും തരണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് നീ കാണേണ്ടി വരും. ഒരു അറാബിയാണ്, ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ. ഉണ്ടോ, പണ്ട് പുണ്യനബിന്റെ കാലത്ത് ഏത് വിഷമമുള്ളവനും ഓടി വരില്ല ഇങ്ങോട്ടാ, ഇങ്ങോട്ടാ മദീന പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക്, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. അങ്ങനെ തന്നെ ആവണം നമ്മളും. ആ നാട്ടിൽ ഏത് വിഷമമുള്ളവനും നമ്മുടെ അടുത്ത് ഓടി വരുന്ന അവസ്ഥ ഉണ്ടാവണം. അത് നല്ലതാണ്. ഒരാളോട് ഒരാളിതെ ഇത്ര മനുഷ്യന്മാർ, ചില ആളുകളെ കുറിച്ച് പറയില്ലേ, എന്തേലും ഒരു വിഷമം എന്ന് പറഞ്ഞാൽ പറയും, അയാളെടുത്ത് പോയി നോക്കി അയാൾ എന്തെങ്കിലും ചെയ്തിരുന്നല്ലേ. ഒരു നമ്മൾ കരുതണ്ട പഠിച്ചോനെ അലാക്ക് ഞാൻ ഇറങ്ങാറായൊന്നും അല്ല, അത് വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു തരാൻ ഒരു പ്രയാസമുള്ള ആള് വന്നിട്ട് പറയും ഞാൻ എന്നെ പ്രയാസത്തിലാണ്. അപ്പൊ ആൾക്കാർ പറയാം പാറക്കടവുണ്ട് ഇസ്ലാമിക് സെന്റർ, അവിടെ പോയി നോക്കി അതിനെന്തേലും പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞൊരവസ്ഥ വന്നാൽ നമ്മൾ സൗഭാഗ്യവാന്മാരാണ്. അല്ലാഹു ആ സൗഭാഗ്യം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. വേറെ ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അയാളുടെ അടുത്ത് പോയി അയാളോ നായിക്കാട്ടം, അങ്ങനെ പറയാ ചിലവർ. അങ്ങനെയാണോ ജനങ്ങൾ പറയുന്നത്? അള്ളാന്റെ അടുത്ത് നമ്മൾ അങ്ങനെ ആയിരിക്കുന്നതാണ്. പടച്ച റബ്ബേ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നല്ലപോലെ സ്വലാത്ത് കൊണ്ടൊരു മേൽക്കൂര ശ്രദ്ധിക്കാൻ കഴിയണം. അല്ലാഹു കാലാവസ്ഥ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയെ, വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി, എനിക്കല്പം വെള്ളം തരണം, ഭക്ഷണം തരണം, ഇല്ല എങ്കിൽ നബിയേ ഞാൻ അങ്ങയുടെ മുമ്പിൽ കടന്ന് പിടഞ്ഞു മരിക്കുന്നത് അങ്ങ് കാണേണ്ടി വരും യാ റസൂലല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പള്ളിയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ബിലാലിനോട് പറഞ്ഞു, ബിലാലേ, ആയിഷ അടുത്ത് പോയി നോക്ക് ബിലാൽ, സഫിയായുടെ വീട്ടിൽ പോയി നോക്ക് ബിലാൽ, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീട്ടിൽ പോയി നോക്ക്, ഉമ്മ സലമയുടെ അടുത്ത് പോയി നോക്ക്, വല്ലതും വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 9 ഭാര്യമാരുടെയും വീട്ടിന്റെ പടിക്കൽ ചെന്ന് വീടിന് കൊട്ടി. അവരോട് പറഞ്ഞു, പുണ്യനബിയുടെ അടുത്തൊരു പാവപ്പെട്ടയാൾ വന്നിട്ടുണ്ട്, അയാൾ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ വല്ല ഭക്ഷണവുമുണ്ടോ എന്നോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മുതൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ വരെ 19 ഭാര്യമാരുടെയും വീട്ടിൽ വന്ന് ചോദിച്ചിട്ട് എല്ലാവരും പറഞ്ഞ മറുപടി, പച്ചവെള്ളമല്ലാതെ ഒന്നും ഇവിടെ ഇല്ല ബിലാൽ. പുണ്യനബിയോട് പറഞ്ഞേക്കണേ ബിലാൽ, പച്ചവെള്ളമല്ലാതെ നിങ്ങളുടെ വീട്ടിലൊന്നുമില്ല. ഏത് വീടാങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കണം, നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നമ്മുടെ ഹബീബിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐസ മൻസർ ജമാനെ മേ ദേഖാ നഹി ജൈസ മൻസർ മദീനെ മേ മൗജൂദ് ഹൈ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഭാര്യമാരുടെ വീട്ടിൽ നിന്നും അന്വേഷണം നടത്തി ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എല്ലാവരും പറഞ്ഞത് ഒരേ മറുപടിയാണ് നബിയേ, പച്ചവെള്ളം മാത്രമേ അവരുടെ വീട്ടിലുള്ളൂ എന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉടനെ തന്നെ പള്ളിയിൽ എഴുന്നേറ്റ് നിന്നു. ആ സാധുവായ മനുഷ്യന്റെ കൈ പിടിച്ചു. അയാളെ എഴുന്നേറ്റ് നിൽപ്പിച്ചിട്ട് പറഞ്ഞു, സഹാബ, ഇദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. സഹാബ, നിങ്ങൾ ആരാണ് ഇദ്ദേഹത്തെ അതിഥിയായി സ്വീകരിക്കുക? അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു സ്വഹാബികളോട്. നിസ്കരിക്കാൻ വന്ന സ്വഹാബികളാണ്. പള്ളിയിൽ നിന്ന് ഉസ്താദും അങ്ങനല്ല പറയല്. പാവപ്പെട്ടൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്, എല്ലാവരും ഒന്ന് സഹായിച്ചു പോണം. ഒരു ക്യാൻസർ രോഗിയുണ്ട്, ചികിത്സിക്കാൻ വകല്ല, എല്ലാവരും ഒന്ന് സഹായിച്ചിട്ട് പോണം. 2 കിഡ്നിയും ഫെയിലായ ഒരാളുണ്ട്, എല്ലാവരും ഒന്ന് സഹായിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കണതാ നമ്മക്കിതൊന്നും വരൂലെന്ന്.
നിങ്ങളല്ല കേട്ടോ, പാറക്കടവുകാരുമല്ലേ. മനുഷ്യന്മാരെ സ്ഥിതി പറയും, നമ്മക്കിതൊന്നും വരില്ല. അതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ് നമ്മുടെ കേന്ദ്രം അതിനൊക്കെ ഒരു കേന്ദ്രമായി മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതീ സമൂഹത്തിന്റെ ക്രാന്തദർശിയായിരുന്ന ശംസുൽ ഉലമായുടെ നാമധേയത്തിൽ തന്നെയാകട്ടെ. അല്ലാഹുവേ, മഹാനുഭാവന്റെ വീട്ടിലേക്ക് ചെന്നു. നമ്മൾ ചിന്തിക്കണം, മുസ്ലിംകൾ തമ്മിൽ പരസ്പരമുണ്ടായിരുന്ന സ്നേഹബന്ധം നമ്മൾ പറയണം. ഉയരുന്ന മതിലുകളും അകലുന്ന ബന്ധങ്ങളും, ഉയരുന്ന മതിലുകളും അകലുന്ന ബന്ധങ്ങളും. ആരെങ്കിലും കയ്യിൽ നിന്ന് എങ്ങനെങ്കിലുമൊക്കെ പണം അങ്ങോട്ട് വാങ്ങിയിട്ട് ഓന്റെ പണി എന്താ? ഓന്റെ പണി വീടുണ്ടാക്കന്നെ, മരിക്കണവരെ പെരണ്ടാക്കന്നോ. മരിക്കണവരെ അതുകൊണ്ടില്ല, മരിക്കണവരെ എന്തിനാട് വാങ്ങിക്കും 2 കുട്ടിയേക്കും താമസിക്കാൻ ഈ വീടുണ്ടാക്കണം, മരിക്കണവരെ ഉണ്ടാക്കാൻ. ഉദ്ഘാടനം ചെയ്യാൻ അവൻ എന്തിന് ശാശ്വതമാണ് ഈ ഭൂമിയെങ്കിൽ നമുക്ക് ആജാതി അങ്ങനെയൊക്കെ ഇവിടെ ചെയ്യാന്ന് വിചാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാം. ഹലാലില്ല ഹറാമില്ല, ഹലാലില്ല ഹറാമില്ലാതെ എന്തിന് നമ്മൾ നിർമ്മിക്കുന്നു? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വതബനൂന മാലാ തസ്കുനൂൻ, നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാൻ കഴിയാത്തതാ നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഹബീബ പറഞ്ഞത് എങ്ങനെ? അവനാന്റെ അടുത്തുള്ള ഹലാലായ പൈസക്കാണെങ്കിലും തിരക്കടില്ല, എങ്ങനെങ്കിലുമൊക്കെ മറ്റോന് എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞില്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് വന്നുപോയില്ല തെറ്റുകളും അല്ലാഹു പുറത്തു തരട്ടെ. സ്നേഹം മുഅ്മിനും തമ്മിലുള്ള സ്നേഹം. ഈ പള്ളിയിൽ വന്നത് ആരാ? ആരുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒരു മുസ്ലിമും മുസ്ലിം തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെ ആവണം റസൂലുള്ളാഹി പഠിപ്പിച്ചത്? നിങ്ങളുടെ ഇഷ്ടം അയാളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമാകുന്നവരെ, നിങ്ങളുടെ ഇഷ്ടം അയാളുടെ ഇഷ്ടവുമാകുന്നത് വരെ. രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ പഠിപ്പിച്ച ഏതോ ഒരു മനുഷ്യനാണ് ഈ കൂട്ടിക്കൊണ്ടുപോയ സഹാബിയുടെ ആരുമല്ല ഇത്. ഏട്ടനല്ല, അനുജനല്ല, മരുമകനല്ല, ആരുമല്ല, സുഹൃത്തല്ല, സ്നേഹിതനല്ല. അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിൽ വെച്ച് ഏൽപ്പിച്ചൊരു മുസ്ലിം സഹോദരൻ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു. തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഇന്ന് നമ്മളേറെ സന്തോഷിക്കേണ്ട ദിവസമാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അതിഥിയെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മുടെ വീട്ടിൽ റസൂലുള്ള ഒരു അതിഥിയെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ഭക്ഷണം ഉള്ളതെന്ന് ചോദിച്ചു. ആ സമയത്ത് ഭാര്യ വല്ലാതെ വിഷമിച്ചു പോയി. ഭാര്യ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ലല്ലോ. തന്റെ പ്രിയപ്പെട്ട 2 മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ച 2 റൊട്ടിക്കട്ട മാത്രമേ ഇവിടെ ഉള്ളൂ. ഏതാനും ഈത്തപ്പഴം, ഇതല്ലാതെ ഒന്നും ഇവിടെയില്ല. പച്ചവെള്ളവും. ഇതൊക്കെ ചരിത്രം കേട്ടോ. 2 റൊട്ടി കഷ്ണം. ഇതിപ്പോ തിരിയില്ല, ഇപ്പൊ നമുക്ക് തിരിയില്ല. ഈ ഇവിടെ നിങ്ങളുടെ പേരെന്താ? യൂസുഫാജിക്കാക്ക് ചിലപ്പോ തിരി. യൂസുഫാജിക്കാന്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ നാട്ടില് അന്നത്തെ ചെറുപ്പകാലത്തൊക്കെ രാവിലെ നാസ്ത എന്ന് പറഞ്ഞാൽ കുറച്ച് അരി വറുത്തതും കട്ടൻ ചായ. ആ കട്ടൻ ചായയിൽ ചിലപ്പോ ശർക്കര, ഇങ്ങനെ ഒരാണി ശർക്കര ഉണ്ടാകുക. 10 മക്കളുണ്ടാവും. ഇന്ന് 2 മക്കളും ശർക്കര ഇല്ല, ടിൻ കണക്കിന് പഞ്ചസാര. നമ്മളെ വീട്ടില് മക്കളാകെ 2 ഉള്ളൂ, ടിൻ കണക്കിന് പഞ്ചസാര. അന്ന് 10 മക്കളാ. ഒരാണി ഒരാണി എന്ന് പറഞ്ഞാൽ തിരിഞ്ഞോ? ഇവിടെ എന്താ പറയാന്നറിയില്ല. ഭാഷ വെല്ലം എന്നാ പറയാ. ഇവിടെ ഭാഷ വ്യത്യാസം ഉണ്ട്. നിങ്ങളത് ചിരിക്കുന്നുണ്ട്. ഭാഷ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു തന്നെ. നമ്മള് ചങ്ങായിമാരല്ലേ, ഞാൻ എന്റെ പ്രശ്നമില്ല പറഞ്ഞു തന്നെ. ഒരു വെല്ലം, ഒരു കഷ്ണം വെല്ലല്ല 10 മക്കളുടെ കട്ടൻ ചായയിലും ഉമ്മ. ഒരാൾക്ക് കുറച്ച് അധികമായി പോയാൽ മറ്റോ പ്രശ്നം. ഈ കോലത്തിലാണ് നമ്മളെ ഉമ്മാരെ നമ്മളെ വളർത്തിയത്. നിങ്ങൾ ആലോചിക്കണേ. നിങ്ങൾക്ക് പറഞ്ഞ ആ പ്രായത്തിൽ ആ വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ തിരികെയും. പണ്ടത്തെ കാലഘട്ടത്തിൽ ഉച്ചക്ക് ഭക്ഷണത്തിന് വെക്കാൻ ഇന്നൊക്കെ നമ്മൾ ഇറച്ചിയിൽ ചോറ് കൂട്ടുക. ഇറച്ചിയിൽ ചോറ് കൂട്ടുക. ആരൊരാൾ മലപ്പുറത്ത് കല്യാണത്തിന് പങ്കെടുത്ത എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങളൊക്കെ ചോറിൽ ഇറച്ചി കൂട്ടലാണ്. നിങ്ങളെ നാട്ടുകാർ ഇറച്ചിയിൽ ചോറിൽ അല്ല, അങ്ങനെ പറയാം, ഞങ്ങളൊക്കെ ചോറിൽ ഇറച്ചി കൂട്ടലാണ്. നിങ്ങളെ നാട്ടിലൊരു മംഗളത്തിന് കല്യാണത്തിന് പങ്കെടുത്തപ്പോ ഓലൊക്കെ ഇറച്ചിയിൽ ചോറ് കൂട്ടുകയെന്ന്. അപ്പൊ എനിക്ക് തിരിഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ? എന്നോട് ഞാൻ ഇറച്ചിയാ കൂടുതൽ, ചോറ് കുറച്ചുള്ളൂ.
അന്നത്തെ കാലത്തെ ഇറച്ചിയുണ്ടോ? മാംസമില്ല. ഉച്ചക്ക് ചോറിലേക്ക് എന്തെങ്കിലും കൂട്ടാൻ വെക്കാൻ ഉമ്മ ഇറങ്ങുക, പറമ്പ് മുഴുവൻ നടക്കുക. താള്, തവര, വായന്റെ കിഴങ്ങ് തിന്ന് ഓർമ്മണ്ടാവും. വായന്റെ കിഴങ്ങ് തന്നെ മനസ്സിലായോ? ട്യൂബ് പോലത്തെ സാധനമല്ല, അടിയിലുള്ള കന്ന്, കണ്ടം എന്ന് പറയും. ആയിക്കോട്ടെ, അതിൽ ട്യൂബുമായിട്ടുള്ള ഒരു സാധനം ഉണ്ട്, അതിനെ നിങ്ങൾ പറയാം കാമ്പ്. ഇതൊക്കെ തിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ആ കാലത്തുള്ള ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലുണ്ടാവും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി കയറി ചെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്നുമില്ലല്ലോ റസൂലുള്ളാഹിന്റെ അതിഥിക്ക് കൊടുക്കാൻ. 2 കഷ്ണം റൊട്ടിക്കട്ടം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, ഏതാനും ഈത്തപ്പഴമുണ്ട്, പച്ചവെള്ളവുമുണ്ട്. പൊന്നുമക്കൾ 2 പേരും ഉറങ്ങുകയാണ്. 2 കുരുന്നു കുട്ടികളുണ്ട് ആ വീട്ടില്, 2 ചെറിയ മക്കൾ. അവർ 2 പേരും ഉറങ്ങുകയാണ്. ഉണർന്നാൽ വിശന്ന് കരയുമ്പോൾ അവർക്ക് കൊടുക്കാനായി ഞാൻ മാറ്റിവെച്ചതാണ്. പ്രിയപ്പെട്ട ഭർത്താവ് എന്ത് പറഞ്ഞു എന്നറിയ ഭാര്യയോട്? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ അതിഥിയാണ്, ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ അതിഥിയെ നമ്മൾ സൽക്കരിക്കണമല്ലോ. എന്തു ചെയ്യും? ഭാര്യയുമായി മശ്വറ നടത്തി. ഇദ്ദേഹം തന്നെ ഒരു ഐഡിയ പറഞ്ഞു ഭാര്യയോട്, നീ ഉള്ളതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നു. ഈ 2 റൊട്ടിക്കട്ടവും അല്പം ഈത്തപ്പഴവും വെള്ളവുമെല്ലാം ഈ സ്ത്രീ എന്തായി? ഭാര്യ, സഹാബിയുടെ ഭാര്യ എടുത്തു വച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനും അദ്ദേഹവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും. ഇരിക്കുന്ന സമയം വിളക്ക് നീ ഈ അടുക്കളയോട് ചേർന്ന ഭാഗത്ത് വെക്കണം, വെളിച്ചം. ഞങ്ങൾ 2 പേരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നീ അയാൾ അറിയാതെ വിളക്ക് ഊതിക്കെടുക്കണം. മുസ്ലിമും തമ്മിലുള്ള സ്നേഹബന്ധം എത്ര വേണം? അതിന്റെ ഒരു ചെറിയ ഉദാഹരണം മദീനായുടെ ഒരു തെരുവിൽ, മദീനായുടെ ഒരു തെരുവിലെ ചെറ്റക്കുടിലിൽ നടക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. കേൾക്കുവന്റെ പ്രിയമുള്ളവരെ, മദീനയെക്കുറിച്ച് സ്നേഹത്തിന്റെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു ചെറിയ ഉദാഹരണം, ഉയരുന്ന മതിലുകൾ നമുക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ തകർത്തെറിയുമ്പോൾ, ടെക്നോളജി സ്നേഹബന്ധങ്ങൾ തകർത്തെറിയുമ്പോൾ, പണം മതി മനുഷ്യന് സ്നേഹം വേണ്ട, മനുഷ്യനോടുള്ള സ്നേഹബന്ധമില്ലാതെയാകുമ്പോൾ ചിന്തിക്കണേ, മദീനയിൽ എന്തോ സ്നേഹത്തിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കയറി ചെല്ലുമ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന സ്ഥിതി എന്തായിരുന്നു? ഔസ് ഹസ്റജ് എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു മദീനയിൽ. അവർ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് അല്ലാഹുവിന്റെ പുണ്യപൂമാൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് അവർക്കിടയിലുള്ള ശത്രുത തീർത്ത് വലിച്ചെറിഞ്ഞല്ലോ. അവർക്കിടയിൽ നാം പെടുത്ത ശത്രുത അതിന്റെ അടിവേരെടുത്ത് പിഴുതെറിഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ്. ഔസും ഹസ്റജിനും ഇടയിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹം സ്ഥാപിച്ചു. പിന്നെ മദീന ഖിയാമത്ത് നാൾ വരെ സ്നേഹത്തിന്റെ ഈറ്റല്യമായി, സ്നേഹത്തിന്റെ മടിത്തട്ടിലായി മാറുകയാ. ആ മദീന മുനവ്വറയിലെ ഒരു ചെറ്റക്കുടിയിൽ നടക്കുന്ന സംഭവമാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ടവള്, ആ റൊട്ടിക്കട്ടവും ഈത്തപ്പഴവും പച്ചവെള്ളവും നീ കൊണ്ടുപോയി വെക്ക്, ഞാൻ അതിഥിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. ഞങ്ങൾ 2 പേരും വന്നിരിക്കാൻ പോകുമ്പോൾ നീ ആ വിളക്കങ്ങ് ഊതിക്കെടുത്തണേ. ഞങ്ങൾ 2 പേരും ആ ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കും. വിളക്ക് നീ ഊതിക്കെടുത്തുമ്പോൾ ഞാൻ ചോദിക്കും, അല്ലാ, വിളക്കിലെ എണ്ണ തീർന്നുപോയോ? വിളക്ക് ഊതിക്കെടുത്തോന്നല്ലേ, എണ്ണ തീർന്നുപോയോ? ചോദിക്കാലോ, പോയിന്നും അല്ലല്ലോ പറഞ്ഞ്, കളവുമല്ല, എണ്ണ തീർന്നുപോയോ എന്ന് ഞാൻ ചോദിക്കും. ഞങ്ങൾ ഇരുട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കും, പക്ഷേ ഞാൻ കഴിക്കില്ല. ഞാൻ കഴിക്കുന്നത് പോലെ ആംഗ്യം കാണിക്കും. ഇരുട്ടത്താവുമ്പോ കഴിക്കണമായിരിക്കും. എന്നിട്ടോ ആ എടുത്തു വച്ച ഭക്ഷണം മുഴുവൻ നമ്മുടെ അതിഥി കഴിക്കും. അയാളുടെ വയറ് നിറയട്ടെ, എനിക്കും നിനക്കും ഇന്ന് രാത്രി പട്ടിണി കിടക്കാം. ഭാര്യ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമുക്ക് പട്ടിണി കിടക്ക, പക്ഷേ കാണിക്കേണ്ട സ്നേഹം പറഞ്ഞപ്പെടും. ഈ സഹോദരി ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുമക്കൾ ഉണരുമ്പോൾ, അവർ ദാഹിച്ചവർ വിശന്ന് കരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വഹാബി പറഞ്ഞു, പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവളെ, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, കുഞ്ഞുമക്കൾ ഉണർന്ന് അവർ ദാഹിച്ചു കരയുമ്പോൾ നീ അവരെ ആട്ടി ഉറക്കിയേ. നമുക്ക് 4 പേർക്കും ഇന്ന് രാത്രി പട്ടിണി കിടക്കാം. ദിവസങ്ങളായി വയറിലൊന്നും കിട്ടിയിട്ടില്ലാത്ത, ഒരൽപ്പം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യനായി നമ്മുടെ ഭക്ഷണം നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഭക്ഷണം മാറ്റിവെക്കാം. ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ഭക്ഷണമാണോ ഭൂമിയാണോ? ഏതാ? നിങ്ങൾ മിണ്ടില്ല. നിങ്ങളെന്താ മിണ്ടാത്തത്? ഭക്ഷണം. അയൽവാസിക്ക് നടന്നു പോകാൻ വഴിയില്ല. എന്റെ പറമ്പത്തൂടെ കാണും നടന്ന എന്റെ കാലിന്റെ വെസലിൽ ഞാൻ അടിച്ചു പൊട്ടിച്ചാളോ. നിനക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല തന്നെ. നിനക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല തന്നെ. നിന്റെ അയൽവാസിയുടെ പറമ്പിലേക്ക് പോകാൻ, വണ്ടി കൊണ്ടുപോകാൻ റോഡിൽ അവന് വീടെടുക്കുന്നുണ്ട്. വണ്ടി കൊണ്ടുപോകാൻ കല്ലിന്റെ വണ്ടിയുടെ കൊണ്ടോണ്ടേ? കല്ലിന്റെ വണ്ടി കൊണ്ടുപോകാൻ റോഡില്ല. നിനക്ക് അല്ലാഹു റോഡിന്റെ സൈഡിൽ വലിയ വീടെടുക്കാൻ അല്ലാഹു പൈസ ഒക്കെ കയ്യിൽ തന്നു, സാമ്പത്തികമൊക്കെ ഒന്നും. അൽഹംദുലില്ലാ. നീ എന്നെ ശുക്രായി ചെയ്യേണ്ടതാ. നിന്റെ വീടിന്റെ ബാക്കിൽ അവന് നടന്നു പോകാനുള്ള വഴിയുള്ളൂ, വണ്ടി കൊണ്ടാൻ കഴിയില്ല. നിന്റെ വീടിന്റെ സൈഡിലുള്ള വണ്ടി കൊണ്ടുപോയതുകൊണ്ട് നിനക്കൊരു ഭദ്രവും ഇല്ല. അവനോട് പറയാം, നമുക്ക് ആവശ്യമുള്ള സമയമൊക്കെ നീ കല്ലടിച്ചോ, വീടിന്റെ പണിയാണ് തീർത്തേക്ക് എന്ന് പറയാനുള്ള മനോഭാവം കാണിക്കണം. എന്ന മനോഭാവം കാണിക്കണം. മതില് കെട്ടിപ്പോയിട്ടുണ്ട്, ശരിയാ, താൽക്കാലികമായിട്ടൊന്ന് പൊളിച്ചു കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചു കാണി, അവനവന് വിശന്നിട്ട് കഴിക്കാൻ വെച്ച ഭക്ഷണമാണ്. തന്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി, ഇസ്ലാമിലെ തന്റെ സഹോദരന് വേണ്ടി, തന്റെ രക്തത്തിൽ പിറന്നവനല്ല, തന്റെ വാപ്പയുടെ മകനല്ല, തന്റെ ഉമ്മയുടെ സഹോദരനല്ല, ആരുമല്ല, ഇന്നലെ അല്ലാഹുവിന്റെ ഹബീബ് പള്ളിയിൽ നിന്ന് കൈപിടിച്ച് ഏൽപ്പിച്ച സഹോദരന് വേണ്ടി, തന്റെ വീട്ടിന്റെ തനിക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ഭക്ഷണമായി എടുത്തു കൊടുക്കുന്നത്. സ്നേഹബന്ധം എന്താകണം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അല്ലാഹു രൂഢമൂലമാക്കി തരട്ടെ. ഞാൻ പറയില്ല, ഞാൻ ഇനി അള്ളാഹുവിനോടുള്ള സ്നേഹബന്ധത്തിന്റെ അംശം കൂടി പറയേണ്ട സമയമില്ല, അവസാനിപ്പിക്കും. ഇത് നിങ്ങൾ കൊടുത്തത് ആര് പറഞ്ഞെന്ന വിഷയം നിങ്ങൾക്കറിയില്ല. ഞാനൊന്ന് പഠിക്കണം എന്ന് കരുതി ഇരുന്ന് നോക്കും. എനിക്ക് തോന്നി ഇത് പഠിച്ചാൽ പിന്നെ തീരെ പറയില്ലാവില്ല. അങ്ങനെ പറഞ്ഞാൽ എവിടെ എത്തൂല, പറഞ്ഞാൽ എവിടെയും എത്താത്ത അത്രയും ഗഹനമായ വിഷയം. ഇൻഷാ അല്ലാഹ് 1 കൊല്ലം മുഴുവൻ ഈ ആയത്തായിരിക്കും നമ്മുടെ ചർച്ച. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരേ ഒരായത്ത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഉറക്കെ പറയും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത് നമ്മൾ സ്നേഹബന്ധത്തിൽ നമ്മൾ വേറെ പറയേണ്ടത് ബാപ്പനോട് ഉമ്മനോടുള്ള സ്നേഹം പറയേണ്ടിയാണ്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞൊതുക്കുന്നു. ഈ സദസ്സ് നമ്മൾ സൂറത്തു യാസീൻ ഓതി ദുആ ചെയ്യുമ്പോൾ പ്രധാനമായി നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ വാപ്പക്കും ഉമ്മക്കും വേണ്ടിയാണ്. അല്ലാഹു വരെ മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ എപ്പോഴും ദ്വാരക്കണം, ആരോഗ്യത്തോടെ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഏറ്റവും സ്നേഹബന്ധം നമുക്കുണ്ടാവേണ്ടി ആരോടാ? നമ്മുടെ റബ്ബിനോട്. നമ്മുടെ റബ്ബിനോട്. എന്തുകൊണ്ട്? സാമ്പത്തികമായ മതിൽക്കെട്ടുകൾ നമുക്കിടയിൽ ഉയർന്നു വന്നപ്പോൾ അല്ലാഹുവിനോടുള്ള ബന്ധം നമ്മൾ അകന്നു പോയിരിക്കുകയാണ്. അല്ലാഹുവിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. ഇപ്പൊ ഒരു പുതുവർഷം കടന്നു വന്നോ അല്ലെ കടന്നു വരാൻ പോവാണോ? കടന്നു. ചില ആൾക്കാർ വന്നു, ചിലർ വരാൻ പോകുന്നു. എന്താ ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം? നിഗമനത്തിന്റെ വ്യത്യാസമാണ്. ഒരു പുതുവർഷത്തിലാണ് നമ്മളുള്ളത്. മുഹറമാ നമ്മുടെ പുതുവർഷം. ഡിസംബർ അല്ല, ജനുവരി അല്ല, മുഹറമാ. ജനുവരി ക്രിസ്തുവർഷം കണക്കാക്കപ്പെടുന്നത് AC BC, ആഫ്റ്റർ ക്രൈസ്റ്റ്, ബിഫോർ ക്രൈസ്റ്റ്. ഇതൊക്കെ കണക്കാക്കപ്പെട്ടത് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. AC എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ക്രൈസ്റ്റ്, ഈസാ നബിക്ക് ശേഷം, ഈസാ നബിന്റെ മരണത്തിന് ശേഷം. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ മരണത്തിന് മുമ്പ്. ഈസാ നബി മരിച്ചിട്ടില്ലല്ലോ. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. ഈസാ നബി അലൈഹിസ്സലാമെ അവർ കൊന്നിട്ടില്ല, അവർ കുരിശിലേറ്റുകയും ചെയ്തിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്കത് തോന്നിക്കപ്പെട്ടതാണ് എന്ന്, അവർക്കത് ശിബ്ഹ് കാണിക്കപ്പെട്ടതാണെന്ന് വിശുദ്ധ ഖുർആൻ.
കൊല്ലാൻ വന്നവരിൽ ഒരാളെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപസദൃശത്തിലേക്ക് അല്ലാഹു മാറ്റി. അവരെയാണ് അവർ കുരിശിലേറ്റിയത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ല എന്ന് പരിശുദ്ധ ഖുർആനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധം നൽകട്ടെ. അപ്പൊ എന്താ അർത്ഥം? ഇപ്പൊ ഇന്ന് ലോകം മുഴുവൻ ആസ്പദമാക്കുന്ന സൂര്യന്റെ സഞ്ചാരം അനുസരിച്ചുള്ള വർഷം കണക്കാക്കാൻ ലോകം ഇന്ന് ആസ്പദമാക്കുന്ന കലണ്ടർ തന്നെ ഒരു മഹാതെറ്റിന്റെ, ഒരു മഹാകള്ളത്തിന്റെ മുകളിൽ നിർമ്മിതമാണ്. ഒരു മഹാകള്ളത്തരത്തിന്റെ മുകളിൽ നിർമ്മിതമാണ്. ഈസാ നബി കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ്. ഇമാന്റെ പുതുവർഷം ഏതാണ്? പുതുവർഷം മുഹറമോടുകൂടെ ആരംഭിക്കുകയായി, ദുൽഹിജ്ജയോടുകൂടെ വർഷം അവസാനിക്കുകയും മുഹറമോടുകൂടെ പുതിയ വർഷം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മളുള്ളത് ഒരു പുതുവർഷത്തിന്റെ പുലരിയിലാണ്. ഓരോ കൊല്ലം കഴിയുമ്പോൾ എന്താ സംഭവിക്കണം നിങ്ങൾ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഓരോ കൊല്ലവും ഓരോ കാലവും അതിന്റെ തൊട്ടുമുമ്പുള്ള കൊല്ലത്തേക്കാൾ മോശമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ മോശമെന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? മോശമല്ലല്ലോ സാറേ. കാരണം കഴിഞ്ഞ കൊല്ലം വരെയുള്ളത് 2 കോടിന്റെ വണ്ടിയാണ്, കൊല്ലം 8 കോടിന്റെ വണ്ടിയാണ്. അപ്പൊ മോശം മനസ്സിലാവില്ല അല്ലേ? 8 കോടിന്റെ വണ്ടി ഉണ്ടോ? പാറക്കടവാരാ മുണ്ടാതെക്കണേ? മുണ്ടാതെ പാറക്കടവാര മുണ്ടാതിരിക്കേ. 8 കോടിന്റെ വണ്ടി ഉണ്ടോ ഉസ്മാനത്? നിങ്ങളതാ മൂലക്ക് പോയിരിക്കണേ. 8 കോടിന്റെ വണ്ടി ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തേ 8 കോടിയുടെ വണ്ടിയുണ്ട്, വാഹനമുണ്ട്. അപ്പൊ കളക്കാള വിഷയത്തിൽ ഞാൻ തന്നെ ഉഷാറെന്നാവും, മനസ്സിലായി? അപ്പൊ ഇപ്പൊ വണ്ടിയുടെ വിഷയത്തിൽ മോശമല്ലല്ലോ, ഉഷാറാകല്ലോ, ഉഷാറാ. ഞാൻ മെനിഞ്ഞാന്ന് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ, മെനിഞ്ഞാന്നല്ലേ വെള്ളിയാഴ്ച അല്ലേ? ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി കണ്ടിട്ട് ഒരു ബൈക്ക് എടുത്തിട്ട് ഫൂ എന്നിട്ട് പോകുന്നു. അപ്പൊ ആ വീട്ടിലിരിക്കണേ വയസ്സായ വാപ്പൻ പറഞ്ഞു, ഉസ്താദേ നോക്കി 2 ലക്ഷത്തിന്റെ ബൈക്കാണതെന്ന്. എന്നിട്ട് മൂപ്പരോ പ്രായമായ മനുഷ്യനല്ലേ, എനിക്കും മൂപ്പർക്കൊക്കെ അതിന്റെ സുഖം സൗകര്യം എന്ത് തിരിയാനാ. മൂപ്പരനോട് പറഞ്ഞു, എന്നിട്ട് കേൾക്കണം ഉസ്താദെ, മൈലേജ് ആണെങ്കിലോ 1 ലിറ്ററിന് 20 പറഞ്ഞു. 1 ലിറ്ററിന് 20 കിലോമീറ്റർ കിട്ടും. അപ്പൊ മൂപ്പര് കണക്ക് കൂട്ടുന്ന ലാഭവും നഷ്ടമാണ്. ലാഭം നഷ്ടം ഞാൻ പറഞ്ഞതാ, സൗകര്യം കുറവല്ലല്ലോ, കൂടല്ലേ. ഇല്ല വല്ലതീ ശർറുമിൻ, ഓരോ കൊല്ലവും അതിന് മുമ്പുള്ള കൊല്ലത്തേക്കാൾ മോശമാണെന്ന് ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. മോശാണോ? 4 കൊല്ലം മുമ്പ് കണ്ടെത്തി ചൊവ്വയിൽ ജലമുണ്ട് എന്ന്. കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ വർഷം കണ്ടെത്തി ചൊവ്വയിൽ പാറക്കെട്ടുകളുണ്ടെന്ന്. കഴിഞ്ഞ കൊല്ലം കണ്ടെത്തി ചൊവ്വയിൽ ഓക്സിജന്റെ സാന്നിധ്യമുണ്ടെന്ന്. ഓരോ കൊല്ലവും പുതുതായ കണ്ടെത്തൽ നടക്കല്ലേ. മനുഷ്യന് വിദ്യാഭ്യാസം കൂടുകയില്ലേ? നിങ്ങൾ ഏത് മേഖലയിലാ മോശം? എല്ലാ മേഖലയിലും ഉഷാറാവല്ലേ. പണ്ടൊക്കെ വീടിന്റെ അവസ്ഥ എന്താ? ഇന്നത്തെ വീടുകൾ എന്ത് ജാതി വീടുകളാണ്. ഇപ്പൊ കണ്ടില്ല, നിങ്ങൾ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ബസ്സുകൾക്കൊക്കെ കാറ്റഗറി നിർമ്മിക്കാൻ, കാറ്റഗറി കൊടുക്കാൻ അല്ലേ? അങ്ങനല്ലേ? നിങ്ങളവിടെ പത്രമൊന്നും വരലില്ലേ? സുപ്രഭാതത്തിന്റെ ഏജൻസി വേണം ഞാൻ ഏറ്റെടുക്കാം. ആരതിന്റെ ഏജന്റ് സാ? എന്നാ നിങ്ങൾ അജ്മൽ ആയിക്കോട്ടെ, നിങ്ങൾ പത്രം വായിക്കണം നടക്കും ഇല്ലേ? ബസ്സിന്റെ കാറ്റഗറി സൗകര്യത്തിനനുസരിച്ച് ബസ്സിന്റെ കാറ്റഗറി നമ്മൾ ആരെങ്കിലും പഠിത്ത് കേട്ടിരുന്നു? എന്താ കാറ്റഗറിന്റെ? സീറ്റ്, സൗകര്യം, AC, ഇതൊക്കെ നോക്കിയെടുക്കാം. അപ്പൊ എല്ലാ വിഷയത്തിലും ഓരോ കൊല്ലം കഴിയുമ്പോഴും പുരോഗമനമുണ്ടാവുകയാണ്. പിന്നെന്താ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതിനർത്ഥം? മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇല്ലാ വല്ലദീ ബഅദഹു ശർറും മിൻ, ആ ഓരോ കൊല്ലത്തിന് ശേഷമുള്ള കൊല്ലവും അതിന് മുമ്പുള്ള കൊല്ലത്തേക്കാൾ മോശമാണ്. അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ
അത് ഈമാനികമായി, വിശ്വാസപരമായി, കർമ്മപരമായി അത് മോശമായിരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ശരിയല്ലേ? ഓരോ കൊല്ലം കഴിയുമ്പോഴും പ്രപഞ്ചനാഥനായ അല്ലാഹുവിനോടുണ്ടാകേണ്ട സ്നേഹബന്ധം അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലേ? ആണ്. ഓരോ കൊല്ലവും അല്ലാഹുവിൽ നിന്ന് അകലാനുള്ള സാധ്യതകളും അതേപോലെ സന്ദർഭങ്ങളും നമുക്കിടയാൻ അല്ലാഹുമായുള്ള സ്നേഹം രൂഢമൂലമാക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓർക്കെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഓരോ കൊല്ലവും അല്ലാഹുവിൽ നമ്മൾ അകറ്റാണ്. പണ്ടൊക്കെ ഒരാൾ അല്ലാഹുവിൽ നിന്ന് അകന്ന കോലത്തിൽ ഒരു ചിത്രവും കോലവും ഒക്കെ കാണണമെങ്കിൽ, ഒരു ടി വി ഒക്കെ കാണണമെങ്കിൽ അയാൾ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരേണ്ടിയിരുന്നു. അല്ലേ? നിങ്ങളെന്താ നിങ്ങളൊന്നും ഇത് അറിയാത്ത മഹാസാധുക്കളാണല്ലോ. വീട്ടിൽ വന്നിരിക്കണം. എന്നാ ഒന്നും വേണ്ട. എന്നാ അയാള് പണി കഴിഞ്ഞ് പണിന്റെ ഇടക്കെണ്ണ വേണമെങ്കിലും മൂപ്പർക്ക് ഏത് ചാനൽ വേണമെങ്കിലും അയാളുടെ വിരൽ തുമ്പിൽ റെഡിയാണ്. എന്തിനേറെ ഇന്നലെ വയനാട് ഞാൻ പോയിരുന്നല്ലോ. ഒരു സഹോദരന് പഞ്ചായത്ത് നാട്ടുകാരെ കൂടി സഹായിച്ചൊരു വീട് എടുക്കണം. അവിടെ ഒന്ന് പോയി ദ്വാരക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയതാണ്. അവിടെ പോയപ്പോഴുണ്ട് ഒരു ചങ്ങായി ഈ സിമന്റ് ഒക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഈ കല്ല് വെച്ചു പോയ ആള് വിട്ടേച്ചു പോയ ഈ വിടവില്ലേ, അതിന്റെ പൊത്തിലൊക്കെ ഇങ്ങനെ സിമന്റ് എടുത്ത് വാരി അടക്കുന്നുണ്ട്. ഓൻ അടക്കുമ്പോൾ ഓന്റെ അടുത്തുണ്ട് ഒരു മൊബൈൽ. ഓന് പാട്ട് ഇങ്ങനെ വെച്ചിട്ട് പാട്ടിന്റെ താളത്തിനനുസരിച്ചാണ്. പണ്ടൊരു പാട്ട് കേൾക്കണമെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിനകത്തൊന്ന് ഇരിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ആലോചിക്കണമില്ല, വല്ലദീ ബഅദഹു ശർറും മിൻ, ഓരോ കൊല്ലവും അതിന്റെ മുമ്പുള്ള കൊല്ലത്തേക്കാൾ മോശമാണെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അല്ലേ? നമ്മൾ കൊച്ചുമക്കളെ ഒന്ന് ചുംബിക്കണമെങ്കിലേ ഉസ്മാനാജി ഗൾഫ് പോയിണോ? ഗൾഫ് ജോലി ചെയ്തിട്ടില്ലേ? എത്ര കൊല്ലം? 20 കൊല്ലം ഉസ്മാനാജി ഗൾഫ് ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ജനിച്ചത് ഗൾഫുള്ള സമയത്താണോ? അല്ലേ? ആ കുട്ടിയെ നിങ്ങൾ എത്ര മാസം കഴിഞ്ഞിട്ട് കാണുന്നത്? നിങ്ങൾ ചിലപ്പോൾ ഉഷാറിലുകൊണ്ട് അന്ന് തന്നെ വന്നിട്ടുണ്ടോ? 1.5 വർഷം കഴിഞ്ഞിട്ട്. എനിക്കൊരു പേടി ഉസ്മാനാജി ചോദിക്കാൻ. കാരണം അങ്ങനെ ഉഷാറിലാണെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ വരികയും അന്ന് ഉഷാറില്ല എന്ന്. മുപ്പര ഉഷാറില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ഉഷാറില്ല എന്നാണ്. ഒരു കാര്യം ഈ നാട്ടിലെ ആൾക്കാർക്കും കുട്ടിയേക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ തോന്നില്ലേ, ശംസുൽ ഇസ്ലാമിക് സെന്ററിന്റെ അമരത്ത് ഉസ്മാനാജി ഇരിക്കട്ടെ, അതെന്നെ അള്ളാഹു തോന്നിപ്പിച്ചതാണ്. അത് മതി, നിങ്ങൾക്ക് സൗഭാഗ്യമായിട്ട് അത് മതി. ഇതിന്റെ പേരിൽ നന്മകൾ മാത്രം നടക്കുകയാണെങ്കിൽ ആ മഹാന്റെ കൂടെ അങ്ങക്കും പോയിരിക്കാം, സ്നേഹത്തിന്റെ കൂടെ. അള്ളാഹു നമ്മളെയൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ഇതിനോട് ആരൊക്കെ ബന്ധപ്പെട്ടുവോ അള്ളാഹു അതെല്ലാം ഏതൊക്കെ രീതിയിൽ ഈ സദസ്സിൽ വന്നൊന്ന് ഇരിക്കാന്ന് പറഞ്ഞത് പോലും ഇതുമായി ബന്ധം സ്ഥാപിക്കലാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു എല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടിയെ കാണുന്നത്. ആദ്യത്തെ കുട്ടിയെ കാണാൻ വേണ്ടി ചിലപ്പോൾ വീട്ടിൽ മൂപ്പര് വന്നതാവും, അല്ലെങ്കിൽ കുട്ടിയെ കൂട്ടിയിട്ട് ഭാര്യ എന്തായിട്ടുണ്ടാവും, എയർപോർട്ടിൽ പോയിട്ടുണ്ടാവും. അതെന്താ നമ്മൾ ചോദിക്കില്ല. എന്തായാലും ചില കണ്ടിട്ട് ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ചില ഭാര്യമാര് കുട്ടികളും കൈതാൻ ഇങ്ങനെ വരും. ഭർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഭർത്താവ് കൈ കാണിക്കുവാരെ കുട്ടി സ്വന്തം പിതാവിനെ കാണുമ്പോൾ ആർത്ത് കരയുന്നു. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ഓരോ പണത്തൊട്ടിന്റെയും ഓരോ ഉറുപ്പികയുടെയും ഓരോ റിയാലിന്റെയും ദിനാറിന്റെയും ഒക്കെ പിന്നിലുള്ള ചില വേദനകളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. വീട്ടിലേക്ക് കയറി വന്നു. തന്റെ പൊന്നുമോൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് നിശേഷം ഞാൻ പറയാം, അറിയാതെ ചുണ്ടുകൾ കവിളത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും ഒന്ന് ചുംബിക്കാൻ. അല്ലേ? കുട്ടി ജനിച്ചു എന്ന് കേട്ടാ തോന്നുന്ന കുറച്ചോൻ എന്റെ മോനൊന്ന് കണ്ടിട്ട് ഒരു ചെറിയ മുത്തം കൊടുത്തു വരായിരുന്നു. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ അറബിയോട് ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, എന്റെ കുട്ടീനൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ലീവ് തരാൻ പറ്റില്ല. നീ 2 മാസം മുമ്പല്ലേ പോയി വന്നത്, ഇപ്പൊ തരാൻ പറ്റില്ല എന്നാണ്. ഇവൻ ടെൻഷനായി. ഓൻ പറഞ്ഞു, പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ വെള്ളിയും ശനിയും ലീവാണല്ലോ, അപ്പൊ വ്യാഴാഴ്ച രാത്രി പോയി ശനിയാഴ്ച രാത്രി ഞായറാഴ്ച ഡ്യൂട്ടിക്കെത്തുന്ന രീതിയിൽ വരാമെന്നൊന്ന് പറഞ്ഞു നോക്കാം. കഫീലിന്റെ അടുത്ത് ചെന്നിട്ട് അർബാബിനോട് പറഞ്ഞു, ഞാൻ വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് ഞായറാഴ്ച ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാ എന്റെ ടിക്കറ്റ് നിന്റെ ചെലവ് ടിക്കറ്റ് എടുത്ത് പോയിക്കോന്നു. ഞാനൊന്നും അറിയില്ല. ഇവൻ പറയാ 40,000 ചെലവാക്കി ഞാൻ വന്നു 2 രാത്രികൾക്കായി.
രണ്ട് പകലുകൾക്കായി ഞാൻ വന്നു. എന്റെ പ്രിയപ്പെട്ട കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ അറിയാതെ ചുണ്ടുകൾ കവിളത്തേക്ക് കൊണ്ടുപോയി ചുംബിക്കാൻ. നിങ്ങൾ ചിന്തിച്ചോളി, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആധുനിക ലോകം, ഞാൻ പറഞ്ഞില്ലേ, ഓരോ കൊല്ലവും സൗകര്യം കൂടുകയാണ്. ഇപ്പതാ പുതിയ ഒരു ടെക്നോളജിയെക്കുറിച്ച്, ടെക്നോളജി രംഗത്ത് മഹാവിസ്ഫോടനമാകുന്ന, ഏറെ നാശങ്ങൾ വിതക്കുന്ന ഒരു കണ്ടുപിടുത്തം തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ? അമേരിക്കയിലുള്ള ഭർത്താവിന്, അമേരിക്കയിലുള്ള പിതാവിന് ഇന്ത്യയിൽ, കേരളത്തിൽ പാറക്കടവിലുള്ള തന്റെ വീട്ടിലെ കൊച്ചുമോനെ ചുംബിക്കാൻ കഴിയുന്ന ടെക്നോളജിയാണ്. അമേരിക്കയിലുള്ള ആൾക്ക് നിങ്ങളെ വീട്ടിലുള്ള അയാളുടെ മകനെ ചുംബിക്കാം. ഓരോ കൊല്ലവും ഉഷാറാവുകയാണ്. പുണ്യനബി പറഞ്ഞതില്ല, വല്ലദീ ബഅദഹു ശർറും മിൻ, ഓരോ കൊല്ലവും അതിന്റെ മുമ്പുള്ള കൊല്ലത്തിനേക്കാൾ മോശമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ ടെക്നോളജി കൂടെ രംഗത്ത് വന്നുള്ള സ്ഥിതി എന്താവും? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ധർമ്മം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ റബ്ബേ. പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, ആ കാലൊക്കെ കടന്നു വരുന്ന കൊല്ലം നമ്മൾ ജീവിക്കണേക്കാൾ നല്ലത് മരിക്കലാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ചില കാലങ്ങളുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ, ആ കാലഘട്ടത്തിൽ ഭൂമിക്കകത്ത് ജീവിക്കുന്നതിനേക്കാൾ, ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഖബറിൽ മരിച്ചു കിടക്കലാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതറിയോ, ഓരോ കൊല്ലം അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റാൻ ഉള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ നമ്മളെല്ലാം സമർപ്പിക്കേണ്ടത് പടച്ചവനാണ്. ഞാൻ അവസാനിപ്പിക്കാം. യാസീൻ ഒരു ദുആ ചെയ്യാൻ പോകുന്നു. ഇന്ന് നമ്മൾ ഏറെ പറയുന്നില്ല. മാത്രമല്ല, നിയമപാലകർക്ക് തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. അല്ലേ? നമ്മൾ കുഴപ്പക്കാരല്ലല്ലോ, മുസ്ലിമേ കുഴപ്പക്കാരനല്ല. നമ്മൾ വേഗം അവസാനിപ്പിക്കും. മാത്രമല്ല, ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ വർഷം അവർ നമ്മളെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും നന്ദി പറഞ്ഞാൽ ആ നന്ദി വാക്കാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ അന്ന് പിരിഞ്ഞത് 2 മണിക്കോ 3 മണിക്കോ ആയിട്ടാണ് ഞാൻ ഓർക്കുന്നു. അതുവരെ അവർ നമുക്ക് കാവൽ നിന്ന പോലെ നിന്നാണ് നമ്മൾ വാഴ്ച നടത്തിയത്. ഇതൊക്കെ മനുഷ്യ മനസ്സുകൾ നന്നാക്കിയെടുക്കാനാണ്. നിയമപാലകരുടെ പണി കുറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൽബ് നന്നാക്കലാണ്. മനുഷ്യന്മാരുടെ കൽബ് നന്നായാൽ, ആ ചെറിയൊരു മാംസക്കഷ്ണം നന്നായാൽ എല്ലാവർക്കും പണി കുറയും, രാജ്യത്തിന് പണി കുറയും. രാജ്യത്ത് എന്തൊരു ഭീതിതമായ അവസ്ഥയിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും പണി കുറയും. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നല്ലവരിൽ നീ ചേർത്തി തരണേ റബ്ബേ. എല്ലാം ശരിക്കും നമ്മൾ സമർപ്പിക്കേണ്ടതാർക്കാണ്? നമ്മുടെ റബ്ബിനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം നൽകേണ്ടതാർക്കാണ്? നമ്മുടെ റബ്ബിനാണ്. എന്തുകൊണ്ട്? അല്ലാഹു ഒരൊറ്റ വാക്കായിന് പറഞ്ഞേ, اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. اعبدوا ربكم الذي خلقكم. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. ആ റബ്ബിന് നിങ്ങൾ ശുക്ർ ചെയ്യണം. അപ്പൊ അല്ലാഹുവിനെ സ്നേഹിക്കണം, റബ്ബിന് ശുക്ർ ചെയ്യണം എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു പറഞ്ഞത് ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എന്നാണ്. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, സൃഷ്ടിപ്പനെയാണ് അല്ലാഹു അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണേ, എന്റെ ഈ 2 ചെവി ഒരേപോലെയാണോ? നിങ്ങൾക്കാ പറയാൻ കഴിയാ? നിങ്ങളിപ്പോ എങ്ങനെ പറയാം മൂപ്പരോട് എന്ന് വിചാരിക്കണ്ട. എനിക്ക് പറയാൻ കഴിയോ? എനിക്ക് പറയാൻ കഴിയും? ഞാൻ ഇപ്പൊ അടുത്തെന്റെ ഭാര്യനോട് എന്റെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കുന്നു. ഇറങ്ങാൻ പോണ സമയത്ത് കണ്ണാടി എന്നുള്ളത്. അപ്പൊ എന്നോട് നിങ്ങളെ മുഖത്തുള്ള നിങ്ങൾക്ക് അറിയില്ലേന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ മോറ് കാണില്ലല്ലോ, നീയല്ലേ കാണുന്നത്. എന്നാണ് ആലോചിക്കണം. നമ്മളെ കാണില്ല. എന്നിട്ട് ഞാൻ ഇരുന്നിട്ട് പറയാം, അള്ളാനെ ഞാൻ കാണില്ല, അള്ളണ്ട് എന്ന് വിശ്വസിക്കണേ, അള്ളാനെ ഞാൻ കാണണം. ഇവനെ എന്നെ കാണില്ല, ഇവനെ തന്നെ കാണുന്നില്ല. എത്രമാത്രം വിഡിത്തമായ വാദമാണത്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. 2 ചെവിയും റെഡിയാണ്. ഒരു കണ്ണ് വലുതും ഒരു കണ്ണ് ചെറുതുവാണെങ്കിൽ ആലോചിക്കുക. ആരാ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇങ്ങനെ പക്വപ്പെടുത്തിയത്? ആരാണ് പക്വപ്പെടുത്തിയത്? മനുഷ്യന് കഴിയോ? ഒരേ അച്ചിൽ നിർമ്മിച്ചെടുത്ത ഒറോട്ടിയാണെങ്കിലും, നിങ്ങളുടെ നാട്ടിലെ ടാറിന്റെ ഒറോട്ടിയാണ് അല്ലേ? ഒരേ ആളാ ഉണ്ടാക്കിയത്, ഒരേ മാവ കുഴച്ചത്, ഒരേ കിണറിലെ വെള്ളം എടുത്ത് ഒരേ പലയിലാ പുരട്ടിയത്, റെഡിയാണ്. പക്ഷെ എല്ലാം വേറെ വേറെ, എല്ലാം വ്യത്യസ്ത.
എല്ലാം വ്യത്യസ്തമാണ്. ആരാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മ ഈ രീതിയിൽ സംവിധാനിച്ച ഇതിന്റെ തൊട്ടടുത്തുള്ള നാടല്ലേ പൊയിലൂർ അബൂബക്കർ ഹാജി ഉണ്ടല്ലോ മാനന്തവാടിയിൽ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇന്നലെ വിളിച്ചുകൊണ്ടുപോയി പൊയിലൂർ അബൂബക്കർ ഹാജി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിന്റെ മുമ്പിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊരു പ്രത്യേക വിശേഷമാണ്. നോക്കുന്ന സമയത്ത് ക്ഷമിക്കണം, മദ്യപാനികൾക്കിവിടെ പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മുമ്പിൽ. ഞാൻ ആലോചിച്ച് വെച്ചോനെ മദ്യപാനില്ലാത്തൊരു റിസോർട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു. മൂപ്പര് വെറുതെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് കൊണ്ടുപോയതാണ്. ഒരു 5 മിനിറ്റ് അവിടെ കയറി അപ്പം തന്നെ ഇറങ്ങി. കാരണം വയലിലെത്താൻ സമയം വൈകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണിച്ചു തന്നു. വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് കാണിച്ചു തന്നു. റൂമിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 കണ്ണും നിറഞ്ഞൊലിക്കുന്നുണ്ടായി. എന്നോട് പറഞ്ഞു, എനിക്ക് 4 മക്കളാണ്, 1 പെണ്ണും 3 ആണും. ഈ കിടക്കുന്നത് എന്റെ 3 മക്കളിൽ ഒരുത്തനാണ്. 28 വയസ്സ് പ്രായമായി. ഇന്ന് വരെ ഇരുന്നിട്ടില്ല, നടന്നിട്ടില്ല, ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. എന്റെ പിതാവിന്റെ മുഖത്ത് നോക്കി ഉപ്പാ എന്ന് വിളിച്ചില്ല. എന്നോട് പറഞ്ഞു, കണ്ണിയത്തുത്താദിന്റെ മടിയിൽ ഈ കുഞ്ഞുമോനെ ഞാൻ ഇരുത്തിച്ചിട്ടുണ്ട്. ഏറെ നേരം കണ്ണിയത്തുത്താദ് മന്ത്രിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്രേ, അബൂബക്കർ ഹാജിയോട്, ഹാജി നിങ്ങൾ കുറച്ചു കാലം കരട് നോക്കിയേ എന്ന് പറഞ്ഞു. പൈലനെല്ലാ സൂചനയുമുണ്ട് ആ മഹാന്റെ വാക്യം. ഏറെ നേരം മന്ത്രിച്ചു. അദ്ദേഹം കണ്ട് കണ്ണിലും വെള്ളം നിറച്ച്, വെള്ളം ഇങ്ങനെ അറിയാതെ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നോട് പറഞ്ഞു, നിംഹാൻസിൽ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു. ഓരൊക്കെ പറഞ്ഞത് തലച്ചോറിന് വളർച്ച കുറവാണ്. ഞാൻ ചോദിക്കട്ടെ, ആ കുഞ്ഞുമോന്റെ തലച്ചോറിന്റെ വളർച്ച ആരാ പിടിച്ചു വച്ചത്? എന്റെയും നിങ്ങളുടെയും തലച്ചോറിന് ആരാണ് അതിനനുസൃതമായി പക്വമായി വളർത്തിയതാരാണ്? നിങ്ങൾ ഈ തൊട്ട് കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, തല അമിതമായി വളർന്നുകൊണ്ടിരുന്ന കുട്ടി മരിച്ചു. ആ കുട്ടിയുടെ തല ആരാ അമിതമായി വളർത്തിയത്? നമ്മുടെ തല ശരീരത്തിനനുസൃതമായി ചിട്ടപ്പെടുത്തിയതാരാ? റബ്ബകുമുല്ലദീ ഖലഖകും. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെയാ നിങ്ങൾ ആരാധിക്കേണ്ടത്. ഒന്നാമതായി നമ്മൾ നമ്മുടെ ഖൽബിന്റെ സ്നേഹം നൽകേണ്ടത് രാജാതിരാജനായ റബ്ബിനാ. അല്ലാഹുവിന്റെ നിഅമത്ത് വഇൻ തഅദ്ദൂ നിഅമത്തുല്ലാഹി ലാ തുസ്സുഹാ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ ലാ തുസ്സുഹാ, മരിക്കുന്നവരെ നിങ്ങൾ എണ്ണിയാലും എണ്ണി തീർക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വൈദ്യശാസ്ത്രം എന്നുണ്ടായത്? മനുഷ്യൻ എന്ന് അല്ലാഹു സൃഷ്ടിച്ചു അന്ന് മുതൽ വൈദ്യശാസ്ത്രമുണ്ട്. ആയിരക്കണക്കായ 10,000 കൊല്ലമായി മനുഷ്യൻ ഈ 5 അടി പൊക്കമുള്ള 6 അടി പൊക്കമുള്ള ശരീരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ പഠിച്ചിട്ട് തീർന്നിട്ടില്ല. ഇന്ന് വരെ പഠിച്ചിട്ട് തീർന്നിട്ടില്ല. നമ്മൾ ചിന്തിക്കണം. ഈ റബ്ബിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത്. കാരണം എന്താ? ആ റബ്ബ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. ആ അല്ലാഹു നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. അല്ലേ? സ്നേഹിച്ചവനല്ലേ തിരിച്ച് സ്നേഹം കൊടുക്കണ്ടേ? കണ്ണല്ലാഹു തന്നെന്തിനാ? കണ്ണ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണാനല്ല. ഈ ഭൂമിയും ആകാശവുമെല്ലാം ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് കണ്ണ്. അതിനാണ് അല്ലാഹു കണ്ണ് തന്നത്. ആ കണ്ണുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ റബ്ബ് നോക്കരുതെന്ന് പറഞ്ഞത് നിരന്തരമായി കണ്ടപ്പെടും. കണ്ണിന്റെ കാഴ്ച വേണമെങ്കിൽ റബ്ബിനെ പിടിച്ചു വെക്കാമായിരുന്നു. സ്നേഹനിധിയായ റബ്ബ് ഇത് ചെയ്തില്ല. അല്ലാഹു ഇത് ചെയ്തില്ല. നമ്മളതുകൊണ്ട് തിരിച്ച് സ്നേഹം റബ്ബിന് കൊടുക്കണം. അല്ലാഹുക്ക് വേണമെങ്കിൽ പിടിച്ച് നമ്മളൊക്കെ സ്റ്റോപ്പ്